ബാക്കി കാര്യങ്ങൾക്ക് വേണ്ട സഹായം ചെയ്യാനുമാണ് ഇന്റർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്ട് കമ്മിറ്റിയാണ് ഇപ്പൊ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ വർക്കുകൾ ഒക്കെ ആയിട്ട് ചെയ്യുന്നത്. ഏരിയ കമ്മിറ്റി അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ PA പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പല മാറ്റങ്ങളും അതാത് GSO നടത്തുന്നുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും മുകളിൽ ഗ്രൂപ്പാണ്. GSOക്ക് ഒരു കാര്യത്തിലും പലരും വിചാരിക്കും GSOക്ക് പല പ്രശ്നങ്ങളിലും പലരും GSOക്ക് മെയിൽ പോലും GSOക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. GSOക്ക് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഏതൊരു കൺവെൻഷൻ നടന്നാലും ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നുണ്ട്, അതെല്ലാം സൂക്ഷിച്ചു വെക്കും GSO. അതാണ് GSOയുടെ പണി. അല്ലാണ്ട് GSO മെയിൽ കമ്മിറ്റി അല്ല. നമ്മൾ ഈ വളർന്നു വന്ന സംഘടന രീതി വെച്ച് ആൽക്കഹോളിക്സ് അനോണിമസിനെ നമ്മൾ താരതമ്യം ചെയ്യും. ഗ്രൂപ്പിന്റെ പ്രശ്ന പരിഹാരങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളായിരിക്കും. ഇപ്പൊ GSO ന്യൂയോർക്കിലാണ് നമ്മളൊരു കത്ത് എഴുതുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായ മറുപടി നമുക്ക് കിട്ടും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങളുടെ കാനഡയിലും USA-ലും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് ഞങ്ങളുടെ ഒരു അനുഭവം കേട്ടോ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ പ്രശ്നം ഉണ്ടായപ്പോൾ. അതല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടും, വേറെ ഗ്രൂപ്പ് അനോണിമിറ്റി പാലിച്ചിട്ടുണ്ട് അവനെ മാറ്റി നിർത്ത്, അവനെ പുറത്താക്കുക, ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകൾക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. മറുപടി കൊടുക്കും. കത്തുകൾ എഴുതുമ്പോൾ ഇന്ന സ്ഥലത്ത് ഗ്രൂപ്പ് ഉണ്ട്, ഇത് ജനറൽ സർവീസ് ഓഫീസിന്റെ പ്രവർത്തനമാണ്. പിന്നെ പൊതുവായിട്ട് ജനറൽ സർവീസ് ഓഫീസിന്റെ ഒരു പ്രവർത്തനം അമേരിക്കയും കാനഡയും ആസ്പദമാക്കിയിട്ട് ഇപ്പൊ ഞങ്ങളൊക്കെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്, മെർക്കൊക്കെ. അപ്പോ അവിടെ നിന്ന് നമുക്ക് ഗ്രൂപ്പ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ട സൗജന്യ പുസ്തകങ്ങളും ഹാൻഡ് ബുക്കും ഒക്കെ ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് കിട്ടാറുണ്ട്. ഇനി മറ്റ് കോൺഫറൻസ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കും. 12-ാം പടി പ്രവർത്തനം, ഇതാണ് പ്രധാന പരിപാടി നമ്മുടെ. അതിനു വേണ്ടിയിട്ടുള്ള ഡയറക്ടറി ഇറക്കും. ഇനി ദേശീയവും അന്തർദേശീയവുമായ തലത്തില് എയുടെ സന്ദേശം മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. അച്ചടി, ഇലക്ട്രോണിക് മാധ്യമങ്ങൾ, മദ്യപാന ചികിത്സാ പ്രവർത്തന രംഗത്തുള്ള ആൾക്കാരോട് സഹകരിക്കുക, അവിടെ എയുടെ സന്ദേശം കൊടുക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യാറുണ്ട്. AI-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ജയിലിൽ സന്ദേശം കൊടുക്കുന്നത്, AI എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള പരിപാടികളൊക്കെ കൃത്യമായിട്ടുണ്ട്. അത് യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങളുടെ നവമാധ്യമങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളും ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് ചെയ്യാറുണ്ട്. പഴയ രേഖകളും അതേമാതിരി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ചരിത്രം ഉണ്ട്, ഇപ്പൊ 20 വർഷത്തെ ചരിത്രം കംസ് ഓഫ് ഏജ് പറഞ്ഞ പോലെ അതിന്റെ സൂക്ഷ്മമായ തരത്തിൽ എല്ലാ വിശദമായ രേഖകളും ആർക്കും പരിശോധിക്കാം. അതിന് ഇന്ന ആളാവണം, ഏതൊരു AI അംഗത്തിനും ലഭ്യമാണ്. നമുക്ക് സംസാരിക്കാറിനും ആ കാര്യങ്ങളൊക്കെ ലഭ്യമാവും, അവർ തരും. AI.org എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അതിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇതാണ് പരിപാടി. GSOയുടെ ചുമതല, അതിന്റെ മാനേജർ ഉണ്ട്, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് AI-ക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത്, അവിടെയാണ് നമ്മുടെ ജനറൽ സർവീസ് ബോർഡിലെ ട്രസ്റ്റികൾ. ജനറൽ സർവീസ് ബോർഡ് ന്യൂയോർക്കില് 14 മധ്യാസത്തിലും അതേപോലെ 7 അല്ലാത്ത ആൾക്കാരും, അവർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്തം. അവരുടെ ഉത്തരവാദിത്തം എന്താണ്? കളക്റ്റീവായ ഗ്രൂപ്പ് കോൺഷ്യസിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കുക, ഡെലിഗേറ്റ്സുകളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും നടത്തുക, ഇതാണ് ഇതിന്റെ പരിപാടി. വാർഷിക സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള പരിപാടിയാണ്. അവിടെ GSO, ഗ്രേപ്പ് വൈൻ സ്റ്റാഫ് ഇതിന്റെ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യും, ഇത് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് അറിയിക്കും. ഇനി അതാത് സ്ഥലത്ത് ആളുകളെ വിളിച്ചു ചേർക്കുക എന്നുള്ളത് ഏരിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അതിന്റെ ഏറ്റവും കോർഡിനേഷൻ നടത്തേണ്ടതാണ് GSO എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോക സേവനങ്ങളുടെ വേൾഡ് സർവീസ്, അതെങ്ങനെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്നാണ്. മറ്റ് AI പ്രവർത്തനങ്ങളെ പോലെ ജനറൽ സർവീസ് ഓഫീസിന്റെ ചെലവുകളും അതേപോലെ ഗ്രൂപ്പുകളുടെ വ്യക്തികളുടെയും സംഭാവനകളിലൂടെയാണ് നിറവേറ്റുന്നത്. ഇനി ഈ ജനറൽ സർവീസ് ഓഫീസിൽ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മുടെ വേൾഡ് സർവീസ് ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കാറില്ല. ഇത് പലപ്പോഴും നമ്മുടെ തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. ജനറൽ സർവീസിന്റെ ഒന്നും ഒരു പൈസയും പുറത്തേക്ക് കൃത്യമല്ലാതെ പോകാറില്ല. വളരെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കാറുണ്ട്. നമുക്ക് ഇതുവരെയുള്ള കണക്ക് പ്രകാരം നമ്മൾ കോൺഫറൻസ് നടക്കുന്ന ലാഭത്തിലൂടെ 12.5% നമ്മുടെ കോൺഫറൻസിന്റെ കാര്യങ്ങൾ ജനറൽ സർവീസ് ഓഫീസ് ചെലവഴിക്കാറുണ്ട്. അതേപോലെ റീജിയണൽ ഫോറം 7.8 ടോട്ടൽ വരുന്ന പൈസ.
ഇനി പഴയ രേഖകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഭാഗത്തും ഉണ്ടാവുന്ന റിപ്പോർട്ടുകൾ ഗ്രൂപ്പുകളുടെ GSRൽ നിന്ന് എത്തി അത് ഏരിയ കമ്മിറ്റികളിൽ എത്തി ഡെലിഗേറ്റുകളിലൂടെ അതിലൂടെ സംരക്ഷിക്കപ്പെടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് നമുക്ക് 10.3% പൈസ അതിലേക്ക് പോകുന്നുണ്ട്. ഇനി ട്രസ്റ്റിമാരുടെയും ഡയറക്ടർമാരുടെയും ചെലവുകൾക്കായിട്ട് 6.6%. ഗ്രൂപ്പിന്റെ സർവീസ് സന്ദേശം കൊടുക്കുക എന്നുള്ളത് 37.8% പൈസ അതിലേക്ക് ചെലവഴിക്കുന്നുണ്ട്. ഇനി ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് 4.2 പബ്ലിക് ഇൻഫർമേഷൻ പ്രവർത്തനം, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തനങ്ങൾക്ക് 5.4, പിന്നെ നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞിട്ട് 1.9% ബഡ്ജറ്റ് ഇരുത്താറുണ്ട്. നിക്ഷേപങ്ങൾ ചെയ്യാറുണ്ട് 3.9%. വിദേശത്തുള്ള ആളുകൾ ഒറ്റപ്പെട്ട ആൾക്കാർക്കും വേണ്ടിയിട്ട് 9.6%. ഇത് കൃത്യമായ രീതിയിൽ ഈ കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. ഇതാണ് പൊതുവെ നമ്മൾ പണം ചെലവഴിക്കുന്ന ഒരു രീതി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓരോ ഗ്രൂപ്പിനും ജനറൽ സർവീസ് ഓഫീസിനെ സഹായിക്കാനായിട്ട് എങ്ങനെ പറ്റും? കാരണം ഗ്രൂപ്പിന്റെ പ്രവർത്തനം നടത്താനാണ് ജനറൽ സർവീസ് ഓഫീസ് എന്ന് പറഞ്ഞു. ജനറൽ സർവീസ് ഓഫീസ് എന്ത് ചെയ്യുന്നു എന്നതിന്റെ അന്തിമ ഉത്തരവാദിത്വവും നേട്ടങ്ങളും ഗ്രൂപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോ നമ്മുടെ നാട്ടിലെ GSOയുടെ തീരുമാനം എന്റെ ഗ്രൂപ്പിൽ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ ഗ്രൂപ്പിന്റെ മിടുക്കുകേടാണ്, കുഴപ്പം എന്റേതാണ്. ഗ്രൂപ്പ് നന്നായി പ്രവർത്തിച്ചാൽ ഗ്രൂപ്പിൽ അറിയാതെ ഒരു കാര്യവും നടക്കില്ല. അല്ലാണ്ട് ജനറൽ സർവീസ് കോൺഫറൻസിൽ ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥ വരില്ല. അപ്പൊ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുണ്ട്. ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം നന്നായി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന് കൂടി വേണ്ടിയിട്ടാണ് ജനറൽ സർവീസ് ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യയിൽ ജനറൽ സർവീസ് ഓഫീസ് നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഗ്രൂപ്പിനും കൂടി അതിന് ഉത്തരവാദിത്തം ഉണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇത് ഗ്രൂപ്പുകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ വെറുതെ അങ്ങനെ കുറ്റപ്പെടുത്താൻ കാര്യമില്ല. കാരണം കുറ്റപ്പെടുത്തൽ നമുക്ക് ഈസിയാണല്ലോ, പ്രവർത്തിക്കലാണ് ബുദ്ധിമുട്ട്. ഇന്നും ഭാവിയിലും പുതുമക്കാർക്ക് AI ലഭ്യമാകണമെന്ന് ഗ്രൂപ്പുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ പഴമക്കാർ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ സന്ദേശം കിട്ടിയിട്ട് AI വന്നത്. അങ്ങനെയാണെങ്കിൽ ജനറൽ സർവീസ് ഓഫീസിന്റെ പ്രവർത്തനത്തിൽ അവയുടെ പങ്കാളിത്തം ആവശ്യമാണ്. അപ്പൊ ഗ്രൂപ്പുകൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അല്ലാണ്ട് എന്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മാറി നിന്നുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സഹകരിക്കാതിരിക്കേണ്ട ഗ്രൂപ്പുമായിട്ടും ഡിസ്ട്രിക്ട് കമ്മിറ്റികളുമായിട്ട് സഹകരിക്കാതെ പ്രവർത്തിക്കുന്നതിലൊന്നും അർത്ഥമില്ല. ഇതെല്ലാം ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണെന്ന് അറിയണം. നമ്മൾ കുടിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു മറ്റുള്ളവരെ കണ്ടുകൂടായ്മയും മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കായ്മയും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കുടി നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പഴമക്കാരായ മനുഷ്യർ ഇങ്ങനെ സന്ദേശം ഞങ്ങൾക്ക് മാത്രം മതി, കുടിക്കാതിരുന്നാ പോരാ എന്നാണ് നമ്മുടെ പഴമക്കാർ വിചാരിച്ചെങ്കിൽ ലഭ്യമാവില്ല. അത് ഇന്നും വേണം, ഭാവിയിലും പുതുമക്കാർക്ക് എത്തണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം. അതിനാണ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ജനറൽ സർവീസ് ഓഫീസിന്റെ പ്രവർത്തനങ്ങളിൽ ഇതിന്റെ പങ്കാളിത്തം ആവശ്യമാണ്. ഇനി നമ്മുടെ ഗ്രൂപ്പിന് എങ്ങനെയാ ജനറൽ സർവീസ് ഓഫീസിനെ സഹായിക്കാൻ പറ്റുക? അപ്പൊ ജനറൽ സർവീസ് ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. ആദ്യത്തെ പോയിന്റാണ്. എന്താണ് ജനറൽ സർവീസ് ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ ഗ്രൂപ്പിൽ അറിയണം. കാരണം എന്താ? അത് എന്റെ ഗ്രൂപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അല്ലാണ്ട് ജനറൽ സർവീസ് ഓഫീസിൽ ഇങ്ങനെ തീരുമാനം എടുത്തു എന്നല്ല. എന്റെ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ അവിടെ അറിയിച്ചിട്ടുണ്ടോ, എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, ഇതിന്റെ കൃത്യമായിട്ടുള്ള പരിപാടിക്ക് നമ്മൾ പങ്കെടുക്കണം. ഓരോ കമ്മിറ്റികൾക്കും GSR പോയിരിക്കണം. GSR ഇവിടെ ഗ്രൂപ്പിൽ അറിയിച്ചിരിക്കണം. അത് ആരുടെ ഉത്തരവാദിത്തം? GSRനെ വെച്ചിട്ട് ആ ചോദ്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതിലേക്ക് ഞാൻ കൂടി ആവണം. അതിനുള്ള സഹായ സഹകരണങ്ങളും കൽപ്പിച്ചിരുന്നിട്ട് പോരാ. ഒരു GSRനെ വെക്കുക, എന്നിട്ട് അവനത് ചെയ്തില്ല എന്ന് പറയുക, അത് എളുപ്പമാണ്. അപ്പൊ ആ പ്രവർത്തനത്തെ കൃത്യമായി നടത്താൻ ഞാനെന്ന AI അംഗം എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യമാണ്. ഇനി നമ്മുടെ ഗ്രൂപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് എന്നാണ് ഒന്നാമത്തെ പോയിന്റ്. ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. മുകളിലുള്ള ആൾക്കാരോട് സംശയങ്ങൾ ചോദിക്കുക. AI കുറിച്ച് കൂടുതൽ അറിവുണ്ടെങ്കിൽ AI സന്ദേശം എത്തിക്കുന്നതിന് ഏറ്റവും പ്രയോജനം. ഏറ്റവും പ്രധാനമായിട്ട് ഒരു പഴമക്കാരൻ എന്നോട് എപ്പോഴും പറയാറുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവിടെ കൊടുക്കുന്ന ഇതാണ് AI എന്നറിയുന്ന പാംപ്ലെറ്റ് വായിച്ചിട്ട് നീ കൊടുക്കാറുണ്ടോ എന്ന് വെച്ചു. ഇത് ബിഗ് ബുക്ക് വായിച്ചു എനിക്കറിയാം എന്ന ധാരണ, അല്ലെങ്കിൽ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകം അത് പുതുമക്കാരായിട്ട് വരുന്നവർക്കുള്ളതാണ് എന്ന് കരുതിയിരുന്ന ഒരാളായി. വളരെ തെറ്റായിരുന്നു അതൊക്കെ. ഇത് ഞാൻ വായിക്കണേ, അല്ലാണ്ട് പുസ്തകത്തിന്റെ ലിറ്ററേച്ചർ സെക്രട്ടറി ആയിട്ടോ ഞാൻ ലിറ്ററേച്ചർ നാട്ടുകാർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഞാൻ തർജ്ജമ ചെയ്തിട്ട് ലിറ്ററേച്ചർ വിതരണം ചെയ്യാൻ പറ്റും. ഞാനത് വായിച്ചിട്ടുണ്ടോ, ഞാൻ പ്രാവർത്തികമാക്കിയോ, അത് ഏതെങ്കിലും ഒരു പേജ് മാത്രമാണോ വായിച്ചതെന്നാണ്.
ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള മുഴുവൻ അറിവുകൾ എന്തിനാ കംസ് ഓഫ് ഏജ് പഠിക്കുന്നതെന്നറിയോ? കംസ് ഓഫ് ഏജ് പഠിക്കുന്നത് പ്രവർത്തനങ്ങളിൽ ശക്തമായി നിൽക്കാനാ, മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിൻവലിഞ്ഞു പോകാനല്ല. അതല്ലാണ്ട് എന്റെ ഗ്രൂപ്പിൽ ആള് വരാത്തത് എന്റെ തൻപോരിമ കാരണമായിട്ട് ഓൺലൈൻ മീറ്റിംഗിന്റെ അപര്യാപ്തതയാണ് എന്ന് കുറ്റം പറയാനല്ല. കംസ് ഓഫ് ഏജ് വായിച്ചാൽ അങ്ങനെ കുറ്റം പറയേണ്ടി വരില്ല. ഇതെല്ലാം എനിക്കറിയാം, മറ്റുള്ളവർ പൊട്ടക്കിണറ്റിലെ തവളയാണെന്ന് പറയുന്ന മനോഭാവമുള്ള ആളുകളുടെ കുഴപ്പതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചുള്ള അറിവുകൾ കൃത്യമായി പഠിക്കാതിരിക്കുകയും ബാക്കി പഠിക്കുന്ന ആളുകളെ കുറിച്ച് അപവാദം പറയുകയും ചെയ്യും. കംസ് ഓഫ് ഏജ് അടക്കമുള്ള എയുടെ 20 വർഷത്തെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ അത്തരത്തിലേക്കുള്ള അറിവുകൾ സന്ദേശം എത്തിക്കാനാവും. എന്റെ ഗ്രൂപ്പിൽ ഒഴിഞ്ഞ കസേരയുണ്ടെങ്കിൽ, എന്റെ ഗ്രൂപ്പിൽ ആളില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. അതല്ലാണ്ട് ആളുകൾ മറ്റൊടുത്ത് പോയി എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല. എന്റെ പ്രവർത്തനം നന്നാവണം, അപ്പോഴേ ആള് വന്നിരിക്കുള്ളൂ. അപ്പൊ അവിടെ പഠിപ്പിക്കൽ നടത്തുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് സ്വയം പരിശോധിക്കണം. എന്തുകൊണ്ട് ഗ്രൂപ്പിൽ ആളില്ല? പരിശോധനാ സഹായിയുണ്ട്. ഇനി യോഗ്യതയുള്ള ജനറൽ സർവീസ് പ്രതിനിധിയെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ ഗ്രൂപ്പിനെയും മുഴുവനായിട്ട് എയുമായി ബന്ധപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കണ്ണി GSR ആണ്. GSRക്ക് വളരെ പ്രാധാന്യമുണ്ട്. പൊതുസേവന മേഖലയിൽ ഗ്രൂപ്പിന്റെ ശബ്ദം എത്തിക്കുന്നതും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ ഗ്രൂപ്പിൽ അവതരിപ്പിക്കുന്നതും GSR ആണ്. GSR ഏതെങ്കിലും പിടിച്ച പാവത്താനെ പിടിച്ചിട്ട് GSR ആക്കിയിട്ട് കാര്യമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. എയുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്, എന്താണ് GSRന്റെ ചുമതല എന്ന് അയാൾക്ക് അറിഞ്ഞിരിക്കണം. ST കമ്മിറ്റിയിൽ പോയിട്ട് എന്റെ ഗ്രൂപ്പിന്റെ തീരുമാനം ഇന്നതാണ് എന്ന് ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവിന് പറയാൻ പറ്റില്ല. ഗ്രൂപ്പ് തീരുമാനമെടുക്കാത്ത വിഷയങ്ങളിൽ മുൻകൂട്ടി പറയാത്ത ഒരു വിഷയത്തിലും GSRക്ക് ഗ്രൂപ്പിന്റെ തീരുമാനം പറയാൻ പറ്റില്ല. അയാൾ ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്, അയാൾക്ക് സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പ് പറഞ്ഞതേ ചെയ്യാൻ പറ്റൂ. അത് അറിഞ്ഞിരിക്കണം. അതല്ലാണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്തോളാം എന്ന വാക്ക് ഒരു കാരണവശാലും ഒരു കമ്മിറ്റിയിലും GSRക്ക് കൊടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് പറയുന്ന, അതാ ഞാൻ നേരത്തെ പറയാറുണ്ട് പലപ്പോഴും, ഈ ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവിന് ഗ്രൂപ്പിന്റെ ആശംസ പറയണമെന്ന് ഗ്രൂപ്പ് ചോദിക്കണം. എങ്ങനെ എനിക്ക് ഗ്രൂപ്പിന്റെ ആശംസ പറയാൻ പറ്റുക? ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഗ്രൂപ്പ് വെൽ നോട്ടഡ് ഗ്രൂപ്പ് കോൺഷ്യസ് പലർക്കും അറിയില്ല. ഗ്രൂപ്പ് കോൺഷ്യസ് എന്താണ്? അത് എവിടെയാണ് നടക്കേണ്ടത്? അത് റിക്കവറി മീറ്റിംഗിലാണോ ഗ്രൂപ്പ് കോൺഷ്യസ് നടക്കേണ്ടത്? അത് ഗ്രൂപ്പിൽ കൃത്യമായിട്ട് ഇതിന്റെ ഹോം ഗ്രൂപ്പ് അംഗങ്ങളെ അറിയിച്ച തീരുമാനം പറയുന്ന ആളാണ് ജനറൽ സർവീസ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കാൻ GSRക്ക് ഉത്തരവാദിത്തമുണ്ട്. GSRയെ ഏൽപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന പഴമക്കാർ അദ്ദേഹത്തിന്റെയും കൂടി ഉത്തരവാദിത്തമാണ്. ഈ ഗ്രൂപ്പിനുള്ള കത്തിടപാടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ നമ്മളെ ഗ്രൂപ്പ് അറിയിക്കണം. ജനറൽ സർവീസ് ഓഫീസല്ല നമ്മുടെ ഇവിടെ, അത് റീജിയണൽ ആയിട്ടാണ് വരുന്നത്. സാധാരണഗതിയിൽ ജനറൽ സർവീസ് ഓഫീസിൽ തന്നെ ഇത്തരം കത്തുകളൊക്കെ പോവാറുണ്ട്. ഇവിടെ നമ്മുടെ ഏത് സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണോ GSR പ്രവർത്തിക്കുന്നത് അവിടങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിയിക്കുകയും ഗ്രൂപ്പിന്റെ മാറ്റങ്ങൾ, ആ ഫോറം തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി A.org നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോറം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നമ്മുടെ ഓരോ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. ഇനി ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ലഭിക്കും? ഈ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടത്തിലും ഗ്രൂപ്പുകളെ സഹായിക്കാനുള്ള സർവീസ് സാമഗ്രികളുടെ സൂക്ഷിപ്പ് കേന്ദ്രമാണ് ജനറൽ സർവീസ് ഓഫീസ്. നമ്മൾ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ ജനറൽ സർവീസ് ഓഫീസർ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ജനറൽ സർവീസ് കോൺഫറൻസിന്റെ നിർദ്ദേശാനുസരണം അംഗീകൃത പുസ്തകങ്ങളും ലഘുലേഖകളും ദൃശ്യശ്രവ്യ സാമഗ്രികളും തയ്യാറാക്കും. നമ്മുടെ 36 തത്വങ്ങളിൽ നിന്നുള്ള സാധനത്തെയാണ് അംഗീകൃതമായ കാര്യം എന്ന് പറയുന്നത്. നമ്മളൊരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ എല്ലാം അംഗങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ്. നമ്മൾ പക്ഷെ അവിടെ കൃത്യമായിട്ട് നമുക്ക് ഈ ലിറ്ററേച്ചറുകൾ തിരഞ്ഞെടുക്കുന്നിടത്ത് പുതിയ സാധനങ്ങൾ നമ്മൾ പുതുക്കുന്നുണ്ട്. പഴയ കാലം മാത്രമായിട്ട് നിൽക്കുന്നതല്ല, പുതിയ പാംപ്ലെറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിന്റെ 165 പേജ് ഒഴിച്ചിട്ട് അതേമാതിരി 12 ഇത്തരം കാര്യങ്ങൾ ഒക്കെ ഒഴിച്ചിട്ട് ബാക്കിയുള്ള പാംപ്ലെറ്റുകളിലൊക്കെ നമ്മൾ പുതിയ മാറ്റങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളുടെ എല്ലാം
മറ്റുള്ള ആൾക്കാർക്ക് കൈകാര്യം ചെയ്യുക, ഇവിടെ നിന്ന് മേടിക്കുക, ഇതെല്ലാം ജനറൽ സർവീസ് ഓഫീസിന്റെ പ്രവർത്തനമാണ്. വിവിധ റീജിയനുകൾ രേഖപ്പെടുത്തിയ ചരിത്രം ഉണ്ടാക്കുക, ചരിത്രങ്ങൾ സൂക്ഷിക്കുക, ഇതെല്ലാം ജനറൽ സർവീസ് ഓഫീസ് ചെയ്യും. ഈ പ്രശാന്തതയുടെ പ്രാർത്ഥന എപ്പോഴാണ് ഉണ്ടായത്? എന്താണ് ഗ്രൂപ്പ്? കൂട്ടായ്മയുടെ ഘടന എന്താണ്? എങ്ങനെ നമ്മൾ ഷെയറിംഗ് മീറ്റിംഗ് ഉണ്ടാക്കുന്നത്? എന്താണ് സ്പോൺസർഷിപ്പിന്റെ പ്രാധാന്യം? ഈ പറയുന്ന വിഷയങ്ങൾക്കായിട്ട് ലേഖനങ്ങൾ തയ്യാറാക്കുന്നതും ഈ കാര്യങ്ങളുടെ പുതുക്കപ്പെടുന്ന ലഘുലേഖകൾ ഉണ്ടാക്കുക, ഇത് ജനറൽ സർവീസ് ഓഫീസിന്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടാണ്. നമ്മൾ ബില്ലിലും ബോബിലും അന്നത്തെ കാര്യങ്ങളിൽ മാത്രം നിന്നല്ല, അതിനുശേഷം തന്നെ നമ്മൾ ഇത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പുതിയ ലേഖനങ്ങളും പുതിയ കാര്യങ്ങളും പുതിയ നിർദ്ദേശങ്ങളൊക്കെ ജനറൽ സർവീസ് ഓഫീസ് ഇന്ന് ഉണ്ടാവാറുണ്ട്. അതെല്ലാം കളക്റ്റീവായിട്ടുള്ള ഓരോ ഗ്രൂപ്പുകളും ഓരോ അംഗങ്ങളുടെയും അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ആയിട്ട് മാറ്റം വരാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ്. എല്ലാ പുതിയ കാലത്തെയും ബില്ല് മരിക്കുന്നതിന് മുന്നേ തന്നെ വളരെ കൃത്യമായിട്ട് പുതിയ മാറ്റത്തെയും പുതിയ സാങ്കേതിക വിദ്യയും മാറ്റം ഉണ്ടാകുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ആത്മീയതയെ കുറിച്ച് ബില്ല് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും നല്ല മാർഗത്തിൽ നമ്മൾ ഈ സന്ദേശം കൊടുത്തു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഈ സന്ദേശം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ്. അതല്ലാതെ ഇത് കേൾക്കുന്ന ആളുകളുടെ സോബറിറ്റിയോ ഈ കേൾക്കുന്ന ആളുകളുടെ മറ്റു കാര്യങ്ങളോ ഇത് ആർക്കും ഉറപ്പുവരുത്താൻ പറ്റില്ല. അത് എവിടെയാണെങ്കിലും പറ്റില്ല. ഒരാൾ മദ്യപിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മദ്യപിക്കാതിരിക്കുന്നുണ്ടോ അത് വ്യക്തിപരമായ കാര്യമാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യപാനത്തിൽ നിന്ന് പിന്താങ്ങണം, കുടിച്ചു വരുന്ന ആളോട് കുടിക്കരുത് എന്ന് പോലും പറയാറില്ല എന്ന് പറഞ്ഞിട്ട് അവനവന് വേണം ചെയ്യാറില്ല. ഇനി ജനറൽ സർവീസ് ഓഫീസിന്റെ ഒരു പ്രധാന പ്രവർത്തനം വിദേശത്തൊക്കെ ബധിരരായിട്ടുള്ള ആളുകൾക്കുള്ള സന്ദേശം എത്തിക്കുക. നമ്മൾ വളരെ ക്രിയാത്മകമായിട്ട് കാര്യങ്ങളിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നിൽക്കാറുണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റു മനുഷ്യർക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് വേറെ കാര്യങ്ങൾക്ക് സമയമില്ല. കാരണം പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മറ്റു കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ കൂടുതൽ പ്രവർത്തനങ്ങളാണ് എങ്ങനെ സന്ദേശം എത്തിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ചർച്ചകളിലല്ല നിൽക്കുന്നത്. ബധിരരായ മധ്യാസക്തർക്ക് സന്ദേശം എത്തിക്കുക, ഇത്തരം കാര്യങ്ങളിലാണ് നമ്മുടെ പ്രവർത്തനം. പന്തനാപടി പ്രവർത്തനങ്ങൾ എല്ലാ മധ്യാസക്തർക്കും ആൽക്കഹോളിക്സ് അനോണിമസിനെ ലഭ്യമാക്കാൻ എന്താ ചെയ്യാം? ഇനി ഇന്റർ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങള്, മറ്റു പ്രവർത്തനങ്ങള്, ഇതെല്ലാം ജനറൽ സർവീസ് ഓഫീസിൽ നിന്ന് കിട്ടും. എന്താണ് ഇന്റർ ഗ്രൂപ്പ്? എങ്ങനെ ഇന്റർ ഗ്രൂപ്പ് പ്രവർത്തിക്കേണ്ടത്? ഇന്റർ ഗ്രൂപ്പിന് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്? എയുടെ അന്വേഷണങ്ങൾക്കുള്ള മറുപടികൾ കൊടുക്കുക. എയുടെ ക്ലബ്ബുകൾ ഉണ്ടാവുമ്പോൾ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? എന്താണ് ആൽക്കഹോളിക്സ് അനോണിമസും അല്ലനോണും തമ്മിലുള്ള ബന്ധം? ഏതുവരെയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നുള്ള കാര്യങ്ങൾ, കോടതി, മറ്റ് എന്താ പറയുക സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങൾ, ജയിലുകൾ, ഇതുമായിട്ടുള്ള നമ്മുടെ സഹകരണം നമ്മൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ നമ്മൾ അവിടെയൊക്കെ സംസാരിക്കേണ്ടത്, എന്താണ് ഒരു ലിറ്ററേച്ചർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഇനി റീഹാബിലിറ്റേഷൻ സെന്ററിലെ കമ്മിറ്റികൾ, റീഹാബിലിറ്റേഷൻ സെന്ററിൽ സന്ദേശം കൊടുക്കാൻ പോകുന്ന ആൾക്കാർ എങ്ങനെ സംസാരിക്കേണ്ടത്, ചികിത്സാ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ അവരെങ്ങനെ സംസാരിക്കേണ്ടത്, പൊതുജനങ്ങൾ പബ്ലിക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത്, അതിന്റെ മാർഗനിർദ്ദേശങ്ങൾ. ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ വന്നപ്പോൾ ഓൺലൈനിൽ എന്തൊക്കെയാ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന്റെ മാർഗനിർദ്ദേശമുണ്ട്. പിന്നെ CPC കമ്മിറ്റികൾ എന്ന് തുടങ്ങി ഇത്തരം കാര്യങ്ങളെല്ലാം കാഴ്ചക്കുറവുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മൾ വളരെ രീതിയിൽ വലുപ്പത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. ഫ്രഞ്ചിലും സ്പാനിഷിലും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങളിലും നമുക്കറിയാം ഓൺലൈൻ ഇന്റർ ഗ്രൂപ്പിന്റെ ഒക്കെ മീറ്റിംഗ് നടത്തുമ്പോൾ മലയാളത്തിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ ഹയർ ചെയ്തുകൊണ്ട് അതിന്റെ ട്രസ്റ്റി 2 പേരെ കൊണ്ടുവന്നു, മലയാളികളെ തർജ്ജമ ചെയ്തിട്ട്. അപ്പൊ അവിടുത്തേക്ക് ഉദ്ദേശം എന്താണ്? അവർ വളരെ സീരിയസ് ആയിട്ടായിരുന്നു ആ മീറ്റിംഗ് കണ്ടിരുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ ഏതൊക്കെ രീതിയിൽ മറ്റു മദ്യാസക്തർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന കാര്യത്തിന് അത്രയധികം പ്രാധാന്യം എടുത്തിരുന്നവർ. ഹയർ ചെയ്ത് മണിക്കൂറുകൾ എടുത്ത് കൃത്യമായ ഉത്തരവാദിത്വം കൊടുത്ത് 2 പേരെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ
എന്താണ് അവരുടെ ഉദ്ദേശം? അവർക്ക് വേറൊന്നുമില്ല. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ്. അവർക്കിപ്പോ നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ കയ്യടി കിട്ടിയിട്ടോ അവരെ നമ്മൾ പലരും കാണുകയല്ലേ. ഈ ബെയ്ത്തിനെ നമ്മൾ പിന്നെ അവര് കാണില്ല. മലയാളത്തിൽ നിൽക്കുന്നവര്. ഇറാനിൽ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അവിടുത്തെ ഒന്നും മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയം പോലും ആൽക്കഹോളിക്സ് അനോണിമസിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നമ്മുടെ വളരെ കൃത്യമായിട്ട് ഓൺലൈൻ ഇന്റർഗ്രൂപ്പിൽ നടന്ന മീറ്റിംഗിൽ ഇറാൻ പാഴ്സി ഭാഷയിൽ മീറ്റിംഗ് നടന്നു. നിരവധി പേര് ഇറാനികൾ നമ്മുടെ മലയാളം മീറ്റിംഗിലും അവര് വന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഇത് കേൾക്കാനായിട്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് അങ്ങനെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് പൊതുവെ പുറത്തുള്ള ഒരു രാഷ്ട്രീയ വിഷയത്തിലും മറ്റു കാര്യങ്ങളിലും മുടക്കി നിന്നുകൊണ്ടല്ല, മദ്യാസക്തരാണ് നമ്മുടെ മുന്നിലുള്ളത്. അവരിലേക്ക് എങ്ങനെ സന്ദേശം കൊടുക്കാൻ പറ്റും എന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. തുർക്കിയിലുള്ള ഗ്രൂപ്പിലെ ഒരു അംഗം അദ്ദേഹം പറയുമായിരുന്നു, അവിടെയുള്ള ആളുകൾ എത്ര കൃത്യമായിട്ട് അവരുടെ മീറ്റിങ്ങുകൾ നടന്ന് ഇന്ന് ഓൺലൈൻ മീറ്റിങ്ങിലൂടെ അവർ നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തുമുള്ള മദ്യാസക്തർക്ക് എങ്ങനെ സന്ദേശം കൊടുക്കാം, അതുകൊണ്ടാണ് a.org-യിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഇതിന്റെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇന്റർഗ്രൂപ്പ് എന്താണ്? ഇന്റർഗ്രൂപ്പ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? നമ്മൾ അവസാന ഭാഗത്തേക്കാണ് ഇന്റർഗ്രൂപ്പ് വരുന്നത്. നമ്മളിവിടെ നാട്ടിൽ ഭയങ്കരമായിട്ട് ഇന്റർഗ്രൂപ്പിന് ഭയങ്കര പ്രാധാന്യമാണ്. ഈ സാധാരണഗതിയിൽ ഈ ഇന്റർഗ്രൂപ്പ് തന്നെയാണ് സർവീസ് നമ്പർ ഉണ്ടാവുക. ആദ്യം അതിലേക്ക് വിളിക്കുന്ന ഇന്റർഗ്രൂപ്പിലേക്കാണ്. അപ്പൊ ഈ ഇന്റർഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്വതന്ത്രമായ രീതിയിലാണ് ഇന്റർഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. പക്ഷെ കൂട്ടായ്മയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ എയുടെ ഭാഗമായിട്ട് ജനറൽ സർവീസ് കോൺഫറൻസിന് മാത്രമാണ് എന്ന പേര് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എനെ റെപ്രസെന്റേറ്റ് ചെയ്തിട്ട് ആർക്കും സംസാരിക്കാൻ പറ്റാത്തത്. ഒരു ഇന്റർഗ്രൂപ്പിന് പോലും അല്ലെങ്കിൽ ഒരു റീജിയണൽ സ്ഥാനത്തിന് പോലും അതിന്റെ ഒപ്പം വേറെ പേര് ചേർക്കണം. എന്ന് ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ജനറൽ സർവീസ് ഓഫീസിന്റെ നേരിട്ടുള്ള a.org-ക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇന്റർഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് സ്വതന്ത്രമായി തന്നെ അതാത് ഗ്രൂപ്പുകളുടെ അണ്ടറിലാണ് ഇന്റർഗ്രൂപ്പിന്റെ പ്രവർത്തനം. ഇനി ഇന്റർഗ്രൂപ്പിലേക്ക് അംഗങ്ങളാവുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഓരോ ഗ്രൂപ്പും അവരവർക്ക് ഇഷ്ടപ്പെടുന്ന പ്രാദേശികമായിട്ടുള്ള ഇന്റർഗ്രൂപ്പിൽ അംഗമായിരിക്കും. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇന്റർഗ്രൂപ്പ് നിൽക്കുന്നത് ഈ ഇന്റർഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പുകൾ, ഇന്റർഗ്രൂപ്പിന്റെ മുകളിലുള്ള ഗ്രൂപ്പുകളുടെ അംഗങ്ങളിൽ നിന്ന് കിട്ടിയ സംഭാവനകളിലൂടെയാണ് ഇന്റർഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇനി ഇത് യഥാർത്ഥത്തിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം ഇത്തരത്തിൽ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിവിടെ വളരെ ഇതായിപ്പോ വൈഡായിട്ട് ഈ കമ്മിറ്റി പ്രവർത്തനങ്ങൾ ഭയങ്കര ലളിതമായ പ്രവർത്തനത്തിന് പകരം നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. തെരഞ്ഞെടുപ്പും മാറ്റതും ആകപ്പാട് ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇന്റർഗ്രൂപ്പ് ഉണ്ട്. വെറുതെ ആ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാർ ചേർന്ന് 12-ാം പടി പ്രവർത്തനമാണ് പ്രധാനം. പക്ഷെ നമുക്ക് എന്താ പറയുക, ഇന്റർഗ്രൂപ്പ് എങ്ങനെ കൂടി, ഇന്റർഗ്രൂപ്പിൽ എങ്ങനെ എഴുതി ഉണ്ടാക്കി, ഈ ഇന്റർഗ്രൂപ്പ് കൂടിയിട്ട് കഴിഞ്ഞ ഇന്റർഗ്രൂപ്പിന് മുന്നേ ഉണ്ടായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിനില്ല. എത്ര മദ്യാസക്തർക്ക് സന്ദേശം കൊടുത്തു, എത്ര കോള് വന്നു, ഇതാണ് ചർച്ച ഉണ്ടാവാറ് ഇവിടെ. എന്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രവർത്തനം, അതിൽ എത്ര പേര് സന്ദേശത്തിൽ എത്തിപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ. ഇതില്ലാത്ത സ്ഥലങ്ങളിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇന്റർഗ്രൂപ്പ് ഇല്ലാത്ത സ്ഥലങ്ങളിലെ ആളുകൾ അവരെന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അവർക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ട് ഫലപ്രദമായിട്ട് 12-ാം പടി പ്രവർത്തനമാണ്. ടെലിഫോണിലൂടെ ആളുകൾക്ക് സന്ദേശം കൊടുക്കുക, മറ്റു സ്ഥലങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നതാണ് ഇന്റർഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം. ഇപ്പൊ വലിയ സ്ഥലങ്ങളിലൊക്കെ ഇന്റർഗ്രൂപ്പിന് പ്രത്യേകമായിട്ട് നമ്മൾ ഈ കോളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ആളെ വെക്കാറുണ്ട്. അത് ഗ്രൂപ്പുകളുടെ തീരുമാനമാണ്. ഇനി സാധാരണഗതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അനുഭവങ്ങൾ തെളിയിച്ചിട്ടുള്ളത്, ഇന്റർഗ്രൂപ്പിന്റെ സേവകരാവുന്ന ആളുകൾക്ക് ഞങ്ങളുടെ സുബോധം വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം നിരവധി ആളുകളുടെ അന്വേഷണം വരും, മറ്റു മദ്യാസക്തര് വിളിക്കും, നല്ല സൗഹൃദ വലയം ഉണ്ടാവും. അവിടെയൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. മീറ്റിങ്ങിന് വായും, ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇവിടെ മീറ്റിംഗ് ഉണ്ട്, ഇങ്ങനത്തെ രീതിയിലുള്ള. അപ്പൊ സേവക സ്ഥാനത്ത് വരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയൊരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട് എന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് അവർക്ക് തങ്ങളുടെ ആ പോകാത്ത സുബോധം തന്നെയാണ്. ആ സുബോധത്തെ വളരെ നന്നായിട്ട് പോഷിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇന്റർഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാ ഇന്റർഗ്രൂപ്പ് ചെയ്യുന്നത്? ആൽക്കഹോളിക്സ് അനോണിമസിൽ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒന്നാണ് ഇന്റർഗ്രൂപ്പ് എന്ന് പറഞ്ഞു. സ്വതന്ത്രമായിട്ടാണ് ഇന്റർഗ്രൂപ്പ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു.
ഈ വ്യക്തികൾ ഒത്തുചേർന്നാൽ എങ്ങനെ ഗ്രൂപ്പ് ആകുന്നുവോ അതേപോലെ ഗ്രൂപ്പുകൾ ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന ഇന്റർഗ്രൂപ്പ്, ഗ്രൂപ്പിന് സ്വന്തമായി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പൊതുവായി ചെയ്യാനായിട്ടാണ് ഇന്റർഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളത്. അത് ഗ്രൂപ്പുകൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ് ഇന്റർഗ്രൂപ്പ്. ഇന്റർഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും മെയിൽ കമ്മിറ്റി ആയിട്ട് നമ്മൾ അറിയാതെ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും മെയിൽ കമ്മിറ്റി അല്ല ഇന്റർഗ്രൂപ്പ്, ഗ്രൂപ്പുകൾ നടത്തിക്കൊണ്ടു പോകുന്നതാണ്. ഇന്റർഗ്രൂപ്പ് വേണമോ അതിന്റെ പ്രവർത്തനം എങ്ങനെ വേണം എന്ന തീരുമാനം എടുക്കുന്നതും ഗ്രൂപ്പുകളാണ്. അല്ലാണ്ട് ഇന്റർഗ്രൂപ്പ് അല്ല ഗ്രൂപ്പിനെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതിലെന്താ പ്രവർത്തനം എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ജനറൽ സർവീസ് ഓഫീസ് കാനഡയിലൊക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഇന്റർഗ്രൂപ്പിൽ ഉണ്ടാവാറുള്ളത്. അവിടെയൊക്കെ ഇവിടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇന്റർഗ്രൂപ്പ് എന്ന് പറയുന്നത് മദ്യപാനം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എയുടെ സന്ദേശം എത്തിച്ചു കൊടുക്കുക, അതിന് ഗ്രൂപ്പുകളെ സഹായിക്കുക എന്നാണ് ഇന്റർഗ്രൂപ്പിന്റെ ജോലി. ഇപ്പൊ നമ്മൾ ഇന്റർഗ്രൂപ്പ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഞങ്ങൾ എവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ്, ഒമാൻ, ഖത്തർ തുടങ്ങിയ മിഡിൽ ഈസ്റ്റ് ഘടകങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളും ചേർന്നിട്ട് മിർക്ക എന്ന് പറയുന്ന രീതിയിലാണ് നമ്മുടെ ഇന്റർഗ്രൂപ്പ് ഉള്ളത്. വലിയ രീതിയിൽ അല്ലാണ്ട്, കാരണം ചെറിയ ചെറിയ രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പുകളാണ് ഓരോ ഭാഗത്ത്. 1-2 ഗ്രൂപ്പുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ദുബായിൽ മാത്രമാണ് 3-4 മീറ്റിംഗ് ഉള്ളത്. അപ്പൊ അതെല്ലാം ചേർന്നതാണ് ഇന്റർഗ്രൂപ്പ് എന്ന് പറയുന്ന ആശയമുള്ളത് ഇവിടെ. അപ്പൊ അവിടങ്ങളിൽ നിന്ന് തന്നെ മിർക്കയിൽ നിന്ന് നമുക്ക് ആജ്ഞ വരാറില്ല, മറിച്ച് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവിടെ പറയുക എന്നതാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ഗ്രൂപ്പുകളെ അതിനുവേണ്ടി സഹായിക്കുക എന്നതാണ് ഇന്റർഗ്രൂപ്പിന്റെ ഉദ്ദേശം. ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണെങ്കിലും പൊതുവായിട്ട് ഇന്റർഗ്രൂപ്പിന്റെ ഉദ്ദേശത്തെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്റർഗ്രൂപ്പിന്റെ ഒരു കമ്മിറ്റിയുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഫോണിലൂടെ മദ്യാസക്തരുടെ അന്വേഷണം വരും. നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ നടത്തുന്നതും മേയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നതിന്റെ ഫലമായിട്ട് വരുന്ന സ്ഥലം എന്ന് പറയുന്നത്, നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ അളക്കാൻ പറ്റുന്നത് ഇന്റർഗ്രൂപ്പിന്റെ സർവീസ് മീറ്റിംഗ് നമ്മുടെ മൊബൈലിൽ നിന്നാണെന്ന് പറയാറുണ്ട്. പല സ്ഥലങ്ങളിലും അവര് അതിന്റെ സ്റ്റേറ്റ്മെന്റ്, അതേപോലെ എത്ര കോള് വന്നു എന്നുള്ള ലോഗോ ഒക്കെ സ്ഥിരീകരിക്കാറുണ്ട്. ചർച്ചകൾ നടത്തുമ്പോൾ എത്ര മദ്യാസക്തരുടെ സഹായ അഭ്യർത്ഥനകൾ വന്നു, ആ വന്ന ആളുകളെ മീറ്റിംഗിൽ എത്തിക്കാൻ സഹായിക്കുക, ഇത് ഇന്റർഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ഇനി അമേരിക്കയിലൊക്കെ പ്രധാനമായിട്ട് സഹായങ്ങൾ അഭ്യർത്ഥിക്കാൻ പ്രാദേശിക ഫോൺ ഡയറക്ടറി ഉണ്ടാവും. അവിടെ എയുടെ നമ്പർ പ്രസിദ്ധീകരിക്കുക എന്നുള്ള പരിപാടിയുണ്ട്. വരുന്ന ആളുകളെ അതാത് സ്ഥലങ്ങളിലെ മീറ്റിങ്ങുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓരോ സ്ഥലത്ത് അനുയോജ്യമായ മീറ്റിങ്ങുകളിലേക്ക് പുതുമക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. പുതുമക്കാരുടെ എല്ലാ സഹായ അന്വേഷണങ്ങളോടും പ്രതികരിക്കുന്നത് ഉറപ്പാക്കുക, ഇത് ഇന്റർഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ സമയത്തും മാറ്റം ഉണ്ടാവുന്ന മീറ്റിങ്ങുകൾ പുതിയത് വരും, പഴയത് പോകും, പല രീതിയിലുള്ള മാറ്റം ഉണ്ടാവും. അത് ഇന്റർഗ്രൂപ്പിന്റെ അടുത്ത് ഉണ്ടാവണം. ആ മീറ്റിംഗ് ലിസ്റ്റ് വിതരണം ചെയ്യാം. ഇന്റർഗ്രൂപ്പിന്റെ അണ്ടറിൽ ഇപ്പൊ നടക്കുന്ന ഒരാഴ്ചത്തെ മീറ്റിംഗ് എവിടെയാണെന്ന് ഓരോ ഗ്രൂപ്പിലും ഉണ്ടായിരിക്കണം. ഇതിപ്പോ എന്നാ ഒരു പുതുമക്കാരൻ വരികയാണെങ്കിൽ അയാൾക്കൊരു ഷീറ്റ് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ്. അത് ഇന്റർഗ്രൂപ്പിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അതാത് ഗ്രൂപ്പുകളിൽ നമ്മുടെ ഭാഗത്ത് ആഴ്ചയിൽ 7 ദിവസം മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ 7ഓ 8ഓ ഏതൊക്കെ സമയത്ത് ആ മീറ്റിംഗ്, ഇന്ന മീറ്റിംഗ്, അതിലാരെയാ കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ള എക്സൽ ഷീറ്റ് എടുത്തിട്ട് പ്രിന്റ് എടുത്താൽ മതി. ആ മീറ്റിംഗ് ലിസ്റ്റ് വിതരണം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവർക്കാണ്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഴുവൻ ലിറ്ററേച്ചറുകളും അത് കളക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ വിൽപ്പനകൾ നടത്തുക, ഇത് ഇന്റർഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നുള്ളത് 5ാമത്തേത്, ഗ്രൂപ്പുകളുടെ ഇടയിലെ ആശയ വിതരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുക. എല്ലാ ഗ്രൂപ്പുകളിലും ഏത് കാര്യങ്ങൾ അറിയാനുള്ള ന്യൂസ് ലെറ്ററുകൾ, നോട്ടീസുകൾ, ഇതിന്റെ വിതരണം നടത്തുക. എയുടെ നിരവധി പാംപ്ലെറ്റുകൾ ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതിന്റെ പ്രധാനമായി ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഇതിന്റെ ചർച്ചകൾ നടത്തുക, ഇതെല്ലാം ഇന്റർഗ്രൂപ്പുകൾക്ക് ചെയ്യാൻ പറ്റും. ഇനി വിഷയാവതരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും വരുന്ന വിഷയാവതരണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുക്കാൻ
ആ ഇന്റർ ഗ്രൂപ്പിൽ അഭ്യർത്ഥിച്ച ഞങ്ങളുടെ ഭാഗത്ത് ഇന്നൊരു വിഷയത്തെ കുറിച്ച് പറയാനുണ്ട്, ഇന്ന ലഘുലേഖ ചർച്ച ചെയ്യണം, അതിനെ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ എന്താണ് ഇന്റർ ഗ്രൂപ്പിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കും, ക്രിയാത്മകമാവും. നമുക്ക് സമയം ഉണ്ടാവില്ല. നമ്മൾ സമയം കൊടുക്കുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് പോകും. നല്ല കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിന്റെ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇന്റർ ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ വർക്ക് ഉണ്ടെങ്കിലും ആശുപത്രികള്, മദ്യപാന ചികിത്സാ കേന്ദ്രങ്ങൾ, പുനരധിവാസം അവിടങ്ങളിലൊക്കെ നമുക്ക് സന്ദേശം കൊടുക്കാനായിട്ട് ഇന്റർ ഗ്രൂപ്പിന്റെ ആളുകൾക്ക് പോകാനായിട്ട് പറ്റും. വളരെ നല്ല പരിപാടിയായിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന ആള് വരണം, പബ്ലിക് ഇൻഫർമേഷൻ വരണം എന്നുള്ള വെയിറ്റിംഗ് ഒന്നും വേണ്ട. നമുക്ക് അതാത് സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ആഴ്ചയിൽ നമ്മുടെ ഭാഗത്തൊരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു റീഹാബ്, അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞ പാംപ്ലെറ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, നമ്മൾ വായിക്കണം, എങ്ങനെയാ സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ള തെറ്റായ രീതിയിൽ ആവരുത് ഏറെ സന്ദേശം കൊടുക്കേണ്ടത്. പിന്നെ പ്രാദേശിക പത്രങ്ങൾ ഉണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇറങ്ങുന്ന പത്രം, മറ്റു പത്രങ്ങൾ, പ്രാദേശികമായിട്ടുള്ള പത്രങ്ങൾ ഉണ്ടാവും, അതിൽ നമ്മളുടെ നമ്പർ കൊടുക്കാൻ പറ്റും. എന്നിട്ട് അതിന്റെ പ്രതികരണങ്ങൾ ഇന്റർ ഗ്രൂപ്പ് എത്രത്തോളം വന്നു എന്നുള്ള കാര്യങ്ങൾ ഈ പബ്ലിക് ഇൻഫർമേഷനായിട്ട് സഹകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുക. റേഡിയോ, TV പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതിനൊന്നും നമ്മൾ ഈഗോ വെക്കാതെ മറ്റാൾക്കാരെ, ഡിസ്ട്രിക്ട് കമ്മിറ്റിയുടെ ആളുകളെയൊക്കെ കോർഡിനേറ്റ്. കാരണം ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ആര് നടത്തിയെന്നല്ല, മധ്യാസക്തിയിൽ വരിക എന്നുള്ളതാണ് പ്രധാനം. അല്ല നമുക്ക് പേരെടുക്കുക, നമ്മുടെ കാലത്ത് നടത്തി, ഇതിലൊന്നും കാര്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ. നമ്മൾ അഭിമാനബോധത്തെ തന്നെ ത്യജിക്കാൻ തയ്യാറായിട്ടുള്ളവർ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ അധികാരത്തോട് വലിയ ഭ്രമം ഇല്ലാണ്ടാവും. അധികാരങ്ങൾ കൈമാറും, അധികാരത്തിൽ നിൽക്കുന്നവരെ നമ്മൾ സഹായിക്കും. ഉദ്ദേശം പ്രാഥമിക ഉദ്ദേശം ആയിരിക്കണം, അതാണ് പ്രധാനം. ഇനി നമ്മുടെ ഡിസ്ട്രിക്ട് കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ഇവരുമായിട്ടുള്ള സഹകരണങ്ങൾ. പല സ്ഥലങ്ങളിലും ഏരിയ പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനായിട്ട് ഇന്റർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കാറുണ്ട്. പുറത്ത് നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇന്റർ ഗ്രൂപ്പ് മീറ്റിംഗിൽ ഏരിയ കമ്മിറ്റികളുടെ സ്വാധീനവും ഏരിയയിലെ അംഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വാഗതം ചെയ്യാറുണ്ട്. വോട്ട് ഈ രീതിയിൽ മാത്രമാണ് ഉണ്ടാവാറ്. ഓരോ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു അംഗത്തിനാണ് വോട്ട് ചെയ്യാൻ പറ്റുക. അംഗമാകാതെ സമൂഹത്തിലെ ഇതര സംഘടനകളുമായിട്ടുള്ള ബന്ധം, അതേപോലെ സഹകരണം, മദ്യാസക്തിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ, വിമുക്തി അടക്കമുള്ള ആളുകളായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാം. അവിടങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഇത് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്. ഒരു കാരണവശാലും നമ്മൾ മദ്യവിരുദ്ധ സമിതിയുടെ ഒപ്പം പോയിക്കൊണ്ട് നിന്നിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതാണ് എന്ന സന്ദേശം കൊടുക്കാൻ ആവരും നമ്മൾ പോകേണ്ടത്. പലപ്പോഴും നമ്മളെ ഹൈജാക്ക് ചെയ്യും. അത് ശ്രദ്ധിച്ചു നിൽക്കാൻ പറ്റുന്നവരെ പോകും. മാത്രമല്ല നമുക്ക് എതിർത്ത് പറയാൻ പോലും പറ്റില്ല. രസകരമായിട്ട് പറയണം, അപ്പൊ നമ്മുടെ ഒരു പരിപാടിയിൽ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ പരിപാടിക്ക് വിളിച്ചു. അദ്ദേഹം അവിടെ വന്നിട്ട് ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു പരിപാടികളിലൊക്കെ സ്വാഗതം ചെയ്തു. അതിൽ ഈ എയുടെ ആളുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചു. നമുക്കവിടെ അവരെ എതിർത്ത് പറയാൻ പറ്റില്ല. നമ്മൾ നടത്തുന്ന പ്രവർത്തനം ഇന്നതാണ് എന്ന് അറിഞ്ഞ പക്വതയുള്ള പഴമക്കാർ. അവരെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ഈഗോ ഹർട്ടാവും, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണ്. അപ്പൊ ആ രീതിയിൽ പഴമക്കാരനുള്ളത് കൊണ്ട് അവരെ വളരെ സൂചിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് അവരോട് പറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിൽ അദ്ദേഹം എന്താ മറുപടി പറയാത്തത്? കാരണം അങ്ങനെ മറുപടി പറയാൻ പറ്റില്ല നമുക്ക് അവിടെ. മറുപടി പറഞ്ഞാൽ അത് എനെ ബാധിക്കും. നമ്മൾ ഒരിക്കലും എനെ വക്കീലായിട്ട് അവരെ എതിർക്കാനല്ല നമ്മൾ പോകുന്നത്. അപ്പൊ അത് അറിഞ്ഞ ആളായിരിക്കണം ഇത്തരം സംഘടനകളുമായിട്ട് പ്രവർത്തിക്കേണ്ടത്. നമ്മൾ അവര് ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ പറയണം. അല്ലാണ്ട് നമുക്ക് വേദിയിൽ നിന്ന് ഒരു കാരണവശാലും മീറ്റിംഗിൽ നമ്മൾ പറയണ പോലെ വാഗ്വാദം ഉണ്ടാക്കാനോ അത് എനെ ബാധിക്കും, എയുടെ പ്രതിനിധിയായിട്ട് പോകുമ്പോൾ. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രവർത്തനം നന്നായിട്ട് അറിയുന്ന, വൈകാരിക സുബോധത്തിന്റെ പ്രാധാന്യം അറിയുന്ന ആളായിരിക്കണം നമ്മൾ വിമുക്തി അടക്കം സർക്കാർ സേവനമായിക്കോട്ടെ, സർക്കാർ ഇതര പ്രവർത്തനങ്ങളായിക്കോട്ടെ അവിടങ്ങളിലൊക്കെ പോകേണ്ടതും. റീഹാബുകളിൽ പോയിട്ട് ആ റീഹാബുകളെ വിമർശിക്കുന്ന രീതി സംസാരിക്കരുത്. എങ്ങനെ സംസാരിക്കണം എന്ന മാർഗനിർദ്ദേശം നമുക്കുണ്ട്. അത് അറിഞ്ഞിരിക്കണം നമ്മൾ. ഇനി ആൽക്കഹോളിക്സ് അനോണിമസ് എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന കാര്യമാണ്. പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്യുന്നില്ല എന്നാണ്. 10ാം പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുറമേയുള്ള വിഷയങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് യാതൊരു അഭിപ്രായമില്ല. അതുകൊണ്ട് എയുടെ പേര് പൊതുവിവാദങ്ങളിലേക്ക് വലിച്ചിറക്കരുത്. നമ്മൾ പുറത്തുള്ള വിഷയങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടുന്നില്ല. നമ്മൾ പറഞ്ഞു കംസഫേജിന്റെ ഒക്കെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. കംസഫേജിൽ പറയാറുണ്ട്, പുറത്ത് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ കാര്യം വരും. ചായ കുടിക്കുമ്പോൾ പോലും നിങ്ങൾ അത്തരം കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾ എയുടെ ഉള്ളിലും രഹസ്യമായി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പരസ്യമായി നിങ്ങൾ ചർച്ച ചെയ്യില്ല. എയുടെ പ്രാഥമിക ഉദ്ദേശമാണ്
നമുക്കിവിടെ ഇസ്രായേലിന്റെ ഒപ്പവും പലസ്തീന്റെ ഒപ്പവും നിൽക്കുന്ന ചർച്ചകൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗങ്ങൾ തമ്മിൽ ചെയ്യാറില്ല. അത് നമ്മുടെ പ്രാഥമിക ഉദ്ദേശത്തെ മാറ്റും. അതൊക്കെ വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് പല കാര്യമുണ്ട്. നമ്മൾ കണ്ടുമുട്ടിയത് എന്തിനാ? പ്രവർത്തനത്തിനാണ്. അത് പറഞ്ഞാൽ മതി. നമ്മുടെ രാഷ്ട്രീയം മാറ്റി നിർത്താം. പത്താം പാരമ്പര്യം വളരെ കൃത്യമാണ്. വേറെ ചർച്ചകളൊന്നും നമ്മൾ കൊണ്ടുവരാറില്ല. മദ്യാസക്തിയുടെ രോഗം, ഇൽനസ്, അതിന്റെ വിവിധ വിഷയങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്താലുള്ള കുഴപ്പം ഇവിടങ്ങളിലൊക്കെ വേറെ കാര്യങ്ങൾ വരും. ഓരോരുത്തർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുകയും അതിൽ വൈകാരികമായിട്ട് തള്ളി നിൽക്കുന്നവരുടെ ഈഗോ ഹർട്ടായി കഴിഞ്ഞാൽ താൻ പറഞ്ഞ അഭിപ്രായം വിജയിക്കണം എന്ന് തന്നെയാണ് ഓരോ മനുഷ്യന്റെ ആഗ്രഹം. പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് മാറുന്നതുകൊണ്ടാണ് പത്താം പാരമ്പര്യം വളരെ പ്രാധാന്യമുള്ളതായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് വെച്ചിട്ടുള്ളത്. അതില് ഈ പത്താം പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തൊക്കെ ചെയ്യുന്നില്ല എന്നത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ എടുക്കാറുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയോ മോചിതരാകാൻ മദ്യാസക്തരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ അംഗങ്ങൾ വഴി കൂടെ പോകുന്നവരെ, ബാറിലുള്ള ആൾക്കാരെയൊക്കെ 12ാം പടി പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് വഴി കൂടെ പോകുന്നവരെ വിളിച്ചു കയറ്റുന്ന പരിപാടിയൊന്നുമില്ല. അല്ലെങ്കിൽ കൂടി നിർത്തണമെന്ന് നിർബന്ധപൂർവ്വം പറയുക, അടിച്ചേൽപ്പിക്കുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞ പോലെ ഏയുടെ സന്ദേശം നമുക്ക് ഇങ്ങനെ നമ്മൾ നിർബന്ധപൂർവ്വം ഒരാളോട് മദ്യത്തിനെതിരെ പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്. മദ്യത്തെ എതിർക്കുന്ന ഒരാൾ, അയാളിൽ നിന്ന് സന്ദേശം ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ? നമ്മൾ മദ്യം നിർത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ഗുണാണ്ടറായിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? ഏതെങ്കിലും കള്ളുകൂടി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കും? പണിയൊക്കെ അവിടെ നിന്ന് പറയും നമ്മൾ. അതുകൊണ്ടാണ് അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ചെയ്യാറില്ല. സുഖം പ്രാപിക്കുന്ന മദ്യാസക്തർ, അതുകൊണ്ടാണ് കുടിച്ചിരിക്കുന്ന ആളെ കയറ്റുക, അയാളോട് കുറെ വേദവാക്യം പറയുക. നമ്മൾ അങ്ങനത്തെ എനർജി ഒന്നും കളയില്ല. വളരെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ എനർജി. സമയത്തിന് നല്ല വില ഉണ്ട്. കുടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ചെയ്തതല്ല നമ്മൾ കുടിക്കാണ്ട് ചെയ്തത്. പലരും പറയും കുടിക്കാത്ത സമയത്ത് അവൻ എന്താ തിരക്കുന്നത്. കുടിക്കാത്ത സമയത്തല്ലേ ബോധമുള്ളത്. അപ്പൊ കൃത്യമായ സമയത്തിന് വില ഉണ്ടാവും. യഥാർത്ഥ പ്രോഗ്രാമിൽ നിൽക്കുന്ന ഒരാൾക്ക് സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്നവനാണ് അയക്കാരൻ. അതുകൊണ്ട് തന്നെ സുഖം പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നാ ചോദിക്കുന്നത്. മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹമുള്ളവരെ തന്നെ ഉള്ളൂ. അതല്ലാത്തവർ വന്നിട്ടുണ്ടാവും, രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു കാരണവശാലും അത്തരം പരിപാടികളൊന്നും ചെയ്യാറില്ല. പലരും ഇങ്ങനെ കേട്ട് പിന്നീട് വരും. അതൊക്കെ 100-ൽ 1 അത് പറഞ്ഞിട്ട് ആ 100 പേരുടെ സമയം നമ്മൾ വിലക്കെടുത്താറില്ല. വളരെ കൃത്യമായിട്ട് 12ാം പടി പ്രവർത്തനം പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അംഗസംഖ്യ വർദ്ധിപ്പിക്കാനായി ആൽക്കഹോളിക്സ് അനോണിമസ് ആരെയും പ്രേരിപ്പിക്കാറില്ല. സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും സ്വാഗതം. നിങ്ങൾക്ക് മദ്യപാനം പ്രശ്നമാണെങ്കിൽ വരാം, ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വരാം, അന്ന് പറ്റുള്ളൂ. അതല്ലാതെ മറ്റവും കുടിക്കണ്ടോന്നോ എന്റെ വായുടെ ഉള്ളിൽ കയറി മണത്ത് വെക്കണ പരിപാടി ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യില്ല. അത് ഫിസിക്കൽ മീറ്റിംഗ് ആണെങ്കിലും ഓൺലൈൻ മീറ്റിംഗിലാണെങ്കിലും വേറെ എയുടെ പ്രവർത്തനം എങ്ങനെയാണ്. രണ്ടാമത്തേത്, അംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളോ രോഗവിവരങ്ങളോ നമ്മൾ സൂക്ഷിക്കാറില്ല. ഓൻ കുറച്ച് ശരിയല്ലാത്തവനാണ്, അല്ലെങ്കിൽ ഓന്റെ രോഗം ഇങ്ങനെയാണ്. ഇതൊന്നും അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറില്ല. മറ്റു ആളുകളുടെ രോഗം, അവന്റെ തലച്ചോറ് കേടുവന്നിട്ടുണ്ട്, ഇങ്ങനെയാണ്, ഇതൊന്നുള്ള ഒരു വിലയിരുത്തലും ജഡ്ജിയും നമ്മളില്ല. മാത്രമല്ല മറ്റവൻ കുടിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ നോക്കാറില്ല. പലരും കുടിച്ചിട്ട് വരാം, അതൊക്കെ അവന്റെ കാര്യമാണ്. ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ മാത്രം പോനെ മാറുന്നു, അതാണ്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് പോലും നമുക്ക് നിയന്ത്രണം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തേത്, നമ്മൾ ഒരാളെ നിരീക്ഷിക്കുകയോ തുടർച്ചയായിട്ട് അവരെ നിയന്ത്രിക്കുന്നില്ല. ഇപ്പൊ രാവിലെ ഇങ്ങനെ നടക്കുന്ന, അല്ലെങ്കിൽ ഇതാ ഓൺലൈൻ ഫിസിക്കൽ മീറ്റിംഗിൽ ഇറങ്ങിപ്പോയിട്ട് കുടിക്കാൻ കയറിയ ആൾക്കാർ പിന്നീട് വന്ന് ഷെയർ ചെയ്യാൻ ആ മീറ്റിംഗിൽ വരുമ്പോൾ കുടിച്ചിരിക്കില്ല. അപ്പൊ ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു അപവാദം കേട്ടത് കുടിച്ചുകൊണ്ട് ആൾക്കാർ കയറാറുണ്ട് എന്നാണ്. ഇതെന്താ, ഫിസിക്കൽ മീറ്റിംഗ് കഴിഞ്ഞാൽ ബാറ് പോകാൻ പറ്റില്ല? ഇപ്പൊ ഞങ്ങളുടെ അവിടുത്തെ മീറ്റിംഗ് നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാ ബാറ്. ഇതൊന്നും വേണ്ട. വണ്ടിയിൽ കള്ള് സൂക്ഷിച്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2 അടിച്ച് വീട്ടിൽ പോകുന്ന ആൾക്കാരുണ്ട്. കുടിച്ച് മീറ്റിങ്ങിന് സ്പ്രേ അടിച്ച് വന്നിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുന്ന മദ്യാസക്തരെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക്? ഈ പുറത്താക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പാരമ്പര്യം അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനം. അതുകൊണ്ടാ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഒരു അംഗത്തെയും നിരീക്ഷിക്കുന്നില്ല, നമ്മൾ ആരെയും നിയന്ത്രിക്കുന്നില്ല. ആൽക്കഹോളിക്സ് അനോണിമസ് അത് എല്ലായിടത്തും അങ്ങനെയാണ്. അതിന് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല. നാലാമത്തേത്, മാനസികമോ ശാരീരികമോ ആയ രോഗനിർണയം നമ്മൾ നടത്തുന്നില്ല. നമ്മൾ മാനസിക രോഗത്തെക്കുറിച്ച് ഇപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ടൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്ക് മറ്റുള്ളവന്റെ സംശയ രോഗത്തെക്കുറിച്ചോ അവന്റെ തലച്ചോറ് കേടുവന്നോ, ഈവൻ ഇപ്പൊ നമ്മൾ സൈക്കോളജിക്ക് പഠിക്കുന്ന ആളുകൾ പറയുന്ന കുറെ ഘട്ടമുണ്ട്. ഇപ്പൊ നേരത്തെ നമ്മളിവിടെ ചർച്ച ചെയ്ത കിങ് ബേബി സിൻഡ്രം, അതേപോലെ നാർസിസം, ഇതൊക്കെ ഉള്ള ആളുകളുണ്ട്. ഇതൊന്നും ശരിക്കും അടിസ്ഥാനത്തിൽ വേറെ ആൾക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പാടില്ല ആ രീതിയിൽ. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് ആണ് ഇവിടെ.
നമ്മളിവിടെ രോഗത്തെ നിർണ്ണയിക്കുന്ന ആളുകളല്ല മറ്റുള്ളവരുടെ. അതുകൊണ്ട് തന്നെ വേറെ ആളുകൾക്ക് മാനസികമായിട്ടോ അല്ലെങ്കിൽ അവന്റെ ശാരീരിക രോഗത്തിന്റെ മരുന്ന് പറഞ്ഞു കൊടുക്കുക. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്തോ എന്ന് പറയുക, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തോ എന്ന് പറയുക. ഇന്ന മരുന്നുകളെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കില്ല. അത് തന്നെ ഭയങ്കര അപകടമാവും. വേറെ ആളുടെ ശാരീരിക അവസ്ഥ അറിയാണ്ട് മരുന്ന് കഴിക്കണ്ട എന്ന് പറയുക. ഷുഗർ ഉണ്ടെങ്കിൽ നീ മറ്റേ പൊടി കലക്കി കുടിച്ചോ എന്ന് പറയുക. ഇതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. അതൊക്കെ ഡോക്ടറെ കാണുക. അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊന്നും വിദഗ്ധരല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപദേശം കൊടുക്കാറില്ല. ഇത് ഏക്കാർ ചെയ്യാറില്ല. ഇനി ആശുപത്രി സൗകര്യമോ മരുന്നുകളോ നേരത്തെ പറഞ്ഞ മാനസിക ശാരീരിക ചികിത്സയൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഇവിടെ കൗൺസിലിംഗ് ഏക്കാർക്ക് കൊടുക്കാറില്ല. ഏക്കാരുടെ ഭാര്യമാർക്ക് പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്ന പരിപാടി ഇതൊന്നും നമ്മുടെ അടുത്തില്ല. അത് അവരുടെ ആളുകളുമായിട്ടാണ് അവർ സംസാരിക്കുക, അല്ലനോണുമായിട്ട്. ഇനി ഒരാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരു ഏക്കാരൻ എന്ന നിലയ്ക്ക് നമ്മൾ റീഹാബുകൾ സജസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരോ നമ്മൾ സോബറായ സ്ഥലത്തുള്ള റീഹാബുകളോ പറയുന്നത് ശരിക്കും തെറ്റാണ്. നമുക്കത് പറയാനും മാത്രമല്ല അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ടായാലും സോബറായ കുഴപ്പമില്ല, നമുക്ക് ഇതിന്റെ കാര്യത്തിൽ ഉറപ്പ് പറയാൻ പറ്റാത്ത രോഗമായതുകൊണ്ട് അയാൾ അവിടുന്ന് കുടിച്ചിട്ട് പൈസയും പോയി അയാൾ വീണ്ടും കുടിച്ചാൽ നമ്മുടെ മേത്തിക്കായിരിക്കുള്ള പഴി മുഴുവൻ. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. നമ്മളൊരാളെ സജസ്റ്റ് ഇതിങ്ങനെയാണ്, അതൊക്കെ അവരുടെ കാര്യമാണ്. അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ അല്ലെങ്കിൽ റീഹാബ് പോയാലേ പറ്റൂ. ചിലപ്പോൾ റീഹാബ് പോയാലേ പറ്റുമായിരിക്കും, അത് അവര് തീരുമാനിച്ചോട്ടെ. 12-ാം പടി പ്രവർത്തനം മേയുടെ മീറ്റിംഗ് ആണ്. മറ്റ് റീഹാബിൽ പോകേണ്ടവരുണ്ടായിരിക്കാം, അത് അവര് തീരുമാനിക്കണം, നമ്മളല്ല പറയേണ്ടത്. നമ്മൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് എന്നുള്ളത്. അവർക്ക് ഹോസ്പിറ്റലും റീഹാബുകളിലും പോകണോ അത് അവർക്ക് തീരുമാനിക്കുന്ന അടിസ്ഥാനത്തിൽ നമ്മളത് ചെയ്യുന്നില്ല. ഇനി നമ്മൾ പാർപ്പിടം, വസ്ത്രം, ഭക്ഷണം, ജോലി, പണം ഇതൊന്നുമില്ല. 6-ാമത്തെ ജോലി വേണ്ട ആൾക്കാർ അവർ ജോലി കണ്ടുപിടിച്ചോളണം. വ്യക്തിപരമായിട്ട് നിങ്ങൾ സഹായിക്കുകയോ, പല പഴമക്കാരും ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ പോകുമ്പോൾ ഒരു മല്ലി, ഒരു മുളക് പൊടി ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് അരി ഇതൊക്കെ ആയിട്ട് മദ്യാസക്തന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ വ്യക്തിപരമാണ്. എന്താ വെച്ചാൽ വേറെ പൈസ കൊടുത്തവൻ കുടിക്കും. അപ്പൊ വീട്ടിലെ ഭാര്യ മക്കളും ഒന്നും കഴിക്കാത്തതുകൊണ്ട് അത് കൊടുക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. അതൊക്കെ വ്യക്തിപരമാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന രീതിയിൽ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ അവരോര് വേണ്ട പണം കൊടുക്കുക. പണമായിട്ടുള്ള എല്ലാ ഇടപാടുകളും മദ്യാസക്തരെ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ നമ്മൾ നോക്കിയാൽ മതി. പുറത്തും ഇവിടെയൊക്കെ വഷളായി. ഈ മേടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമല്ല പിന്നീട് ഉണ്ടാവും. പല പ്രശ്നങ്ങളും പണത്തിന്റെ മുകളിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം മനുഷ്യരാണെന്ന് മനസ്സിലാക്കുക. കള്ളുടിയന്മാരാണ്. പല സ്വഭാവമുള്ളവരുണ്ടാവും. ഇവിടെ പറയണ തത്വങ്ങളൊക്കെ ഗംഭീരായിരിക്കും, പക്ഷെ ആളുകളൊന്നും ഈ വിചാരിച്ച പോലെ ഒന്നല്ല. വീട്ടിൽ കയറ്റാൻ പറ്റാത്തവർ വരണ്ട് ഇവിടെ. 3-ാമത്തെ പാരമ്പര്യം അനുസരിച്ച് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആളുകളാണ്. അതിലിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതൊന്നും ഇവിടെ രോഗനിർണയം നടത്തുന്നില്ല എന്ന് പറഞ്ഞാലും ആസ് എ ഹ്യൂമൻ എന്ന നിലയിൽ നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. നമ്മൾ പറയാറുണ്ട് മറ്റുള്ളവരുടെ തെറ്റുകൾ നമുക്ക് നോക്കാൻ പറ്റില്ല എന്നതിനർത്ഥം ലോകത്തിലുള്ള മറ്റുള്ള എല്ലാവരും മഹാമാന്യന്മാരാണെന്നല്ല. അവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ നമുക്ക് അറിയണം, അല്ലാണ്ട് നമ്മൾ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് 10-ാം പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഇത്തരം പരിപാടികളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ജോലിക്കുള്ള നിർദ്ദേശം കൊടുക്കുക, പണം കൊടുത്ത് സഹായിക്കുക, ഈ പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തിപരമാണ്, നിങ്ങൾ പറയരുത് ഞാൻ അവനെ സഹായിച്ചു എന്നുള്ളത്. 7-ാമത്തേത് ഒരാൾ പറ്റിച്ചു എന്ന് പറയുന്നത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും പ്രോഗ്രാം ചെയ്ത ആളുകൾ. ഇനി വീട്ടിൽ പോയിട്ട് വിളിച്ചു വരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യില്ല നമ്മൾ ഒരാളുടെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു 12-ാം പടി പ്രവർത്തനം നമ്മൾ നാട്ടിലൊക്കെ പിന്നെയും ചെയ്യാറുണ്ട്. പുറത്തൊക്കെ അയാളോട് കം ടു മീറ്റിംഗ് എന്നാ പറയാ, മീറ്റിംഗ് ഇന്ന സ്ഥലത്താന്നാ പറയാ. അയാൾ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ബന്ധമായ ചിലപ്പോൾ നമ്മൾ പിക്ക് ചെയ്യാറുണ്ട്. ഫസ്റ്റ് മീറ്റിങ്ങിന് എന്നോട് വളരെയധികം അവര് രൂക്ഷമായി സംസാരിച്ച് ഞാനൊരു മദ്യാസക്തൻ കേരളത്തിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി. വളരെയധികം ഭയപ്പെട്ടാണ് അയാൾ വീട്, അയാൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് പോലീസ് തന്നെയാണ് അറസ്റ്റ് ചെയ്യുക. വളരെയധികം പേടിച്ചു പോയൊരു സംഭവമായിരുന്നു ഞാൻ ഖത്തറിലുള്ളത്. മാത്രമല്ല അവിടുത്തെ ചുമതലപ്പെട്ട അംഗങ്ങളെ വിളിച്ചു കഴിഞ്ഞപ്പോ അമേരിക്കൻസിന്റെ വായിലിരിക്കുന്നത് മൊത്തം ഞാൻ കേൾക്കേണ്ടത് വന്നു അവിടെ അവരുടെ വീട്ടിൽ പോയി. അതുള്ള ഏനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അടിസ്ഥാനത്തിലാണല്ലോ നമ്മളവിടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോവുക, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, ഈ പരിപാടികൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നിലയിൽ നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഗവേഷണങ്ങളിൽ ഏർപ്പെടാറില്ല. മദ്യാസക്തരുടെ ഡീറ്റെയിലുകൾ സംഭരിച്ചിട്ട് നമ്മൾ ചെയ്യാറില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാറില്ല. മറ്റുള്ളവരുടെ ഡീറ്റെയിൽ എടുത്തിട്ട് എന്നാ കുറെ ആൾക്കാരുടെ അനുഭവങ്ങൾ നമ്മൾ തരാം, നിങ്ങൾ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പഠനങ്ങൾ ആസിൽട്ടനെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ പഠനം നടത്താറുണ്ട്, രേഖകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. മദ്യാസക്തരുടെ സ്വഭാവം, അഡിക്ഷൻ ആയിട്ടുള്ള മനുഷ്യരുടെ സ്വഭാവം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാർ പുറത്തുണ്ട്.
അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറില്ല. 9ാമത്തേത്, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പേരിൽ ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിൽ അംഗമാവുന്നില്ല. അംഗങ്ങൾ അതേപോലെ സർവീസ് ഓഫീസുകളും ഈ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ വിമുക്തി അല്ലെങ്കിൽ മറ്റ് മദ്യനിരോധന സമിതിയുടെ പരിപാടിയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എയുടെ സന്ദേശം കൊടുക്കാനൊക്കെ ആയിട്ട് പോകാം. നമ്മൾ എയുടെ രീതി അവിടെ പറയണം, എങ്ങനെ ആയിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം നമുക്കുണ്ട്. അംഗങ്ങൾ വ്യക്തിപരമായിട്ടും അതേപോലെ സർവീസ് ഓഫീസുകളും PI പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാർ അവിടെയൊക്കെ പോവാറുണ്ട്. 10ാമത്തേത്, നമ്മൾ മതപരമായിട്ടുള്ള ഒരു പരിപാടികളിലും നമ്മൾ ചെയ്യുന്നില്ല. മതപരമായ ധ്യാനം പരിപാടികൾ അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനം സംഘടിപ്പിക്കാനോ മറ്റു പരിപാടികൾ ചെയ്യാനോ സാധ്യമല്ല. ആരെങ്കിലുമൊക്കെ അത് ധ്യാനം നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് രാവിലെ ധ്യാനത്തിന്റെ പരിപാടി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ധ്യാനം അതല്ല, ഇത് ബിഗ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് 11ാം പടിയിൽ. മതപരമായ ശുശ്രൂഷ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യരുത്. നമ്മൾ 10ാം പാരമ്പര്യത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ മാറിയിരിക്കണം. നമ്മൾ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ വ്യക്തിപരമാണൊക്കെ. കാരണം ഇവിടെ പല രീതിയിലുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണ് മതപരമായിട്ടുള്ള ഒരു ശുശ്രൂഷ പ്രവർത്തനങ്ങളിലേക്കും ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന രീതിയിൽ നമ്മൾ കൂട്ടം ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. 11ാമത്തേത്, നമ്മൾ മദ്യത്തെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും കാര്യങ്ങളിലോ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നില്ല. നമ്മളിവിടെ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് മദ്യാസക്തർ ഇന്നേ വരെ ഒരു ഉത്തരത്തിൽ ലോകത്ത് എവിടെയും തർക്കങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവരവരുടെ വാദഗതി അവതരിപ്പിക്കുകയും, നമ്മൾ പറയാറുണ്ട് ഒരു തർക്കം നടക്കുന്നത് നമ്മൾ TV കാണുമ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മറ്റുള്ളവർ ജയിച്ചു മറ്റുള്ളവർ തോറ്റു എന്ന് നമുക്ക് തോന്നും. ആര് ജയിക്കുന്നു ആര് തോൽക്കുന്നു എന്നുള്ളതെല്ലാം ആവേശികമാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നിലയിൽ അതുകൊണ്ടാണ് നമ്മുടെ ഗ്രൂപ്പുകൾക്കൊക്കെ നമ്മൾ കർശന നിർദ്ദേശത്തിൽ നമ്മൾ തർക്കങ്ങളിൽ ഏർപ്പെടാത്തതിന്റെ കാരണം. മദ്യം എന്താണ്, മദ്യം ഏതൊക്കെ രീതി ബാധിച്ചു, ഇത്ര തർക്കമൊന്നുമില്ല. നിങ്ങൾക്ക് ബാധിച്ചോ നിങ്ങൾക്ക് എടുക്കാൻ പോവാം. അതുകൊണ്ടല്ലേ മീറ്റിംഗിൽ ക്രോസ് ഷെയറിംഗ് ഇല്ലാത്തതിന്റെ കാരണം അതാണ്. എനിക്ക് എങ്ങനെ ബാധിച്ചു, ഞാൻ ആ കാര്യമാണ് പറയേണ്ടത്. വേറെ ആൾക്കാരുടെ കാര്യം പറയുക, വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശം കൊടുക്കുക, ഇതൊന്നും ഏലില്ലല്ലോ. എന്റെ കാര്യം പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ കുറെ കുഴപ്പങ്ങൾ ഇല്ലാണ്ടാവും. നമുക്ക് മദ്യാസക്തി രോഗമാണോ, അത് ഇൽനെസ് ആണോ, അത് ഇങ്ങനെയാണോ, എനിക്ക് രോഗമായി തോന്നി എനിക്ക് രോഗമാണ്, ഞാൻ അതിന് ഇങ്ങനെ പ്രവർത്തിക്കുന്നു, അങ്ങനെ പ്രവർത്തിച്ചോളൂ. നിങ്ങൾക്ക് പ്രോഗ്രാം വേണ്ട, നിങ്ങൾ അത് പ്രവർത്തിച്ചോളൂ. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കുക, മറ്റുള്ളവരെ ആക്കുക. പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ഇതൊന്നും നമ്മുടെ തർക്കങ്ങളില്ല. ഓരോ മനുഷ്യർക്ക് നമ്മുടെ മുന്നിൽ ഉള്ളത് പ്രോഗ്രാമിൽ പലപ്പോഴും തർക്കം ഉണ്ടായിരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ എയുടെ ലിറ്ററേച്ചറുകൾ ആശ്രയിച്ച് നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് മലയാളത്തിൽ വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് പറ്റിയ ഇഷ്ടംമാതിരി സാധനം ഇപ്പൊ തൽക്കാലത്തിനുള്ള ആവശ്യത്തിനുള്ള ലിറ്ററേച്ചറുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർക്ക് ഓട്ടോ ട്രാൻസ്ലേഷൻ വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് തർക്കങ്ങൾ ഏർപ്പെടുന്നില്ല അടിസ്ഥാനത്തിൽ. വ്യക്തിപരമാണ് അത്തരം തർക്കങ്ങൾ. സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റിയ കാര്യങ്ങൾ എടുക്കുന്നു. ഒരു കാര്യത്തിലും നമ്മൾ തർക്കങ്ങൾ നിൽക്കുന്നില്ല. 12ാമത്തെ, സേവനങ്ങൾക്ക് നമ്മൾ പണം സ്വീകരിക്കുന്നില്ല. അതേപോലെ ഏക്കാരല്ലാത്ത ആൾക്കാരെന്ന് നമ്മൾ സംഭാവനകൾ സ്വീകരിക്കുന്നത്. അപ്പൊ യുടെ പ്രവർത്തനം ഞാൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഞാൻ അതിന് പ്രതിഫലം സ്വീകരിക്കും. ഏതൊരു കാര്യമാണെങ്കിലും ഏക്കാരല്ലാത്ത ആൾക്കാർ എന്നുള്ള സംഭാവനകൾ നമ്മൾ സ്വീകരിക്കാറില്ല. നമുക്കറിയാം, നമ്മുടെ 7ാം പാരമ്പര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ പുറത്ത് വക്കീലന്മാര്, കോടതി ഇതിനൊന്നും ശുപാർശ കത്തുകൾ നൽകാറില്ല. പലപ്പോഴും മീറ്റിംഗിൽ പങ്കെടുത്ത് തെറ്റിദ്ധരിക്കാറുണ്ട് ഈ കാര്യം. നമ്മൾ പല അംഗങ്ങൾക്ക് നമ്മളൊക്കെ മിഡ് നൈറ്റ് തന്നെ നമ്മൾ കൊടുക്കാറുണ്ട്. ആള് മീറ്റിംഗ് പങ്കെടുത്തു എന്നൊക്കെ ഒരു ജോലി സംബന്ധമായിട്ട്. അവിടെയൊക്കെ അയാൾ മദ്യം നിർത്തി എന്നല്ല എഴുതുക. നമുക്ക് ശുപാർശ കത്തുകൾ വേറെയാണ്, അയാൾ മീറ്റിംഗിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു കൊടുക്കുന്ന കാർഡുകൾ വേറെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശുപാർശ കത്ത് നൽകാറില്ല, ഇയാൾ കുടിക്കുന്നില്ല എന്ന കാര്യം അടിസ്ഥാനത്തിൽ നമ്മൾ പറയാറില്ല. ഇത്തരം കാര്യങ്ങളാണ് എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന പോയിന്റ്. 13 പോയിന്റാണ് ഇതിൽ പുതുക്കിയ പോയിന്റുകൾ. ഇനി ആൽക്കഹോളിക്സ് അനോണിമസും മദ്യാസക്തിയും തമ്മിൽ എന്താണ് എന്നാണ് അടുത്ത പോയിന്റ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 6ാമത്തെ പാരമ്പര്യം അനുസരിച്ചിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പ് പുറമേയുള്ള സ്ഥാപനങ്ങളെ, സംരംഭങ്ങളെ അംഗീകരിക്കുകയോ ധനപരമായി ഇടപെടുത്തുകയോ യുടെ പേര് ബന്ധപ്പെടുത്തുകയോ നമ്മൾ ചെയ്യാറില്ല. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? ധനപരമോ വസ്തുപരമോ അഭിമാനപരമോ ആയ കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക ഉദ്ദേശം നമ്മെ വഴിതെറ്റിക്കും. നമ്മൾ മറ്റാൾക്കാരെയൊക്കെ ബന്ധപ്പെടുത്തുകയോ
അവരുടെ ഇഷ്ടത്തിന് മീറ്റിംഗ് നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ പള്ളിയിൽ മീറ്റിംഗ് നടത്താൻ പൈസ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കുന്നതിന്റെ കാരണം എന്താ അറിയോ? അല്ലെങ്കിൽ പള്ളി പറയണ കാര്യം നമ്മൾ കേൾക്കേണ്ടി വരും. നമുക്ക് അങ്ങനെ പള്ളി പറഞ്ഞ കാര്യം കേൾക്കാൻ പറ്റില്ല. പള്ളി വേറെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് വേറെയാണ്. അത് പള്ളി ആയാലും വേണ്ടില്ല, SNDP ഹാൾ ആയാലും വേണ്ടില്ല, നമുക്ക് എല്ലാം ഒരേപോലെയാണ് എനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അവര്. നമ്മൾ അവരെ എതിർക്കുകയോ അവരുടെ നയങ്ങളെ അവിടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ല, അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒന്നും ചെയ്യാറില്ല. നമ്മൾ സഹകരണമാണ്. നമ്മൾ നമ്മുടെ മുകളിൽ കയറാനുള്ള അവസരങ്ങൾ ആർക്കും കൊടുക്കരുതേ. നമ്മുടെ ഫെല്ലോഷിപ്പാണത്. നമ്മൾ കുടിയന്മാരായിരുന്ന ആളുകൾ ഇനിയും ഇപ്പൊ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. നമ്മുടെ മുന്നേ കടന്നുപോയ ആളുകൾ നമുക്കായി സംരക്ഷിച്ചു തന്ന മാർഗമാണ്. അത് എത്ര നന്നായിട്ട് മുന്നോട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. അവിടെയാണ് നമ്മൾ സഹകരണം. ഇപ്പോ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ സഹായിക്കുന്ന മദ്യാസക്തരുടെ കൂട്ടായ്മയാണ് നമ്മൾ. മദ്യപാന പ്രശ്നമുള്ള ആരുമായിട്ടും നമ്മുടെ മോചനത്തിന്റെ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ തയ്യാറാണ്. എവിടെയും പോയിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താ, ഏത് റീഹാബ് ആയിക്കോട്ടെ, നമ്മൾ ഇന്ന സ്ഥലത്ത് പോവില്ല, ഇന്ന ഭാഗത്ത് നിൽക്കില്ല എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് ഈ AI ബന്ധപ്പെടാതെ പാരമ്പര്യങ്ങളും ഒക്കെ പറയാതെ എത്രയോ പേര് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അവരെ ഒന്നും എതിർക്കുന്നില്ല. നമുക്ക് എന്താ പറയുക, ഒരാളെങ്കിലും കുടിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതാ നല്ലത്. അല്ലാണ്ട് അവിടെ നമ്മൾ AI പാരമ്പര്യം അടിച്ചേൽപ്പിക്കാൻ പോവുക, അവർ AI രീതി പ്രവർത്തിക്കണം പറയാം, ഒരിക്കലുമില്ല. കാരണം നമ്മുടെ പ്രവർത്തനം തന്നെ സഹിഷ്ണുതയാണ്. നമ്മൾ അവരെയും വില വെക്കുന്നുണ്ട്. പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട്, അവർ കുടിക്കുന്നില്ലല്ലോ. നമ്മുടെ പ്രവർത്തനം എങ്ങനെ? നമ്മൾ AI തർക്കിക്കുക. AI പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കാതിരിക്കാൻ മറ്റുള്ളവർക്ക് സഹായിക്കുക എന്നാണ്. AI മാത്രമല്ല ഇതിന്റെ മാർഗം. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വരെ നമ്മൾ പലപ്പോഴും അറിയില്ല. നമ്മൾ നമ്മുടെ സംഘടന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചോര തിളയ്ക്കും. ആ പരിപാടി മാറ്റുന്നതാണ് AI പ്രവർത്തനം. നമ്മൾ ഓരോരുത്തരും എങ്ങനെ സോബറായി നിൽക്കുന്നുണ്ടോ അവർക്ക് സഹായമാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവരുടെ കാര്യങ്ങൾ തെറ്റാണെന്നുള്ള വിമർശനങ്ങൾ നമ്മൾ നടത്താറില്ല. ഇനി US കാനഡയിലുമായിട്ട് ഈ പംപ്ലെറ്റ് ഇറക്കുന്ന കാലത്ത് 66,000-ലധികം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ലോകത്തെമ്പാടും 180-ലധികം രാജ്യങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ട്. 2 ദശലക്ഷത്തിലധികം ആളുകൾ ഉള്ളതായിട്ട് കണക്കാക്കുന്നു. 22 ലക്ഷമായിട്ട് ഇപ്പോ മാറിയിട്ടുണ്ട്. സഹായത്തിനായി സമീപിക്കുന്ന മദ്യാസക്തരുടെ വ്യക്തിപരമായ മോചനവും നിലനിൽപ്പും മാത്രമാണ് AI പരിഗണിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്ന മദ്യാസക്തർക്ക് അവർക്ക് വ്യക്തിപരമായിട്ട് മോചനത്തിന് എങ്ങനെയാണ് AI നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മുടെ മോചനത്തിന്റെ കഥ ഉണ്ട്, നമ്മുടെ ലിറ്ററേച്ചറുകളുണ്ട്. AI ബിഗ് ബുക്ക് ഉണ്ട്. 125 പേജ് മാറ്റമില്ലാതെ നിൽക്കുന്ന ബുക്ക് തന്നെയാണ്. നമ്മുടെ അന്നത്തെ പഴമക്കാരായ മനുഷ്യർ അവർ കണ്ടെത്തിയ മാർഗം തന്നെയാണ് AI 12 പടികൾ. അതിനെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. അവരുടെ മോചനത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് 12 പടിയാണ്. അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ ഐക്യത്തിലേക്ക് നിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ 12 പാരമ്പര്യങ്ങൾ. ലോകസേവനം മറ്റു മദ്യാസക്തർക്ക് സന്ദേശം എത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ 12 സങ്കല്പങ്ങൾ. ഇതാണ് നമ്മുടെ പ്രവർത്തനം. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ ഒരൊറ്റ പ്രാഥമിക ലക്ഷ്യം എപ്പോഴും ഒന്നാണ്. നമ്മളിവിടെ മദ്യാസക്തിയെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇത്തരം ചർച്ചകൾക്ക് ഒരു പ്രാധാന്യമില്ല. മദ്യാസക്തി ഏതൊക്കെ രീതിയിലേക്ക് മാറി, അതെന്താണ്? ഇപ്പൊ നിരവധി പഠനങ്ങൾ മദ്യാസക്തിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുറത്തു നടക്കുന്നുണ്ട്. ഈ സ്റ്റൂൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളിവിടെ വലിച്ചു വന്നാൽ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇത് ഒന്നാമത്തെ നമ്മുടെ പാരമ്പര്യത്തെ തകർക്കുന്ന രീതിയിലേക്ക് മാറാം. അതുകൊണ്ടാണ് ഈ ഗവേഷണങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല. നമ്മൾ എന്താണ് വ്യക്തിപരമായി നമ്മൾ എങ്ങനെ മോചനത്തിലേക്ക് വന്നു, എന്തൊക്കെ നടപടികളാണ് മദ്യത്തിൽ നിന്ന് മാറി നിന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച്, ഈ കാര്യങ്ങളെ നമ്മൾ ചർച്ച ചെയ്യാറ്. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഞാൻ ഇങ്ങനെ എപ്പോഴും നമ്മളറിഞ്ഞ സത്യം അൾട്ടിമേറ്റ് ആകണം നമ്മൾ വാശി പിടിക്കാതിരുന്നാൽ മീറ്റിംഗിന് സുഖമാവും. മീറ്റിംഗിൽ നമുക്ക് മറ്റൊരാളെ പഠിപ്പിക്കേണ്ടി വരില്ല. നമ്മൾ ഓരോരുത്തരും അവനവനുണ്ടായ റിക്കവറി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. അതിന് പകരം പുതിയ ഒരാൾ വന്നിരിക്കുമ്പോൾ ഞാൻ അവിടെ ആ പുതിയ ആൾക്ക് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് ഷെയർ ചെയ്തായിരുന്നു എന്റെ തെറ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അവിടെ ഇരിക്കുന്ന പുതിയ ആൾക്ക് ഇങ്ങോട്ട് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യണം. അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് ഇന്നുണ്ടായ റിക്കവറി എന്റെ കാര്യം പറഞ്ഞാൽ മതി മീറ്റിംഗിൽ. ഓരോരുത്തരും അവനവന്റെ കാര്യം പറഞ്ഞാൽ മീറ്റിംഗ് രസമാണ്. ഇത് വേറൊരാൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്ത ആളെ ക്രോസ് ചെയ്യാനും അവനെ ശരിയാക്കാനും ശ്രമിക്കുന്നിടത്താണ് ഈ പരാജയം ഉണ്ടാവുന്നത്. അവൻ തെറ്റാണ് പറഞ്ഞ അവൻ ശരിയായിട്ട് വന്നോളും. വ്യക്തിപരമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. മീറ്റിംഗിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെതിരെ നമ്മൾ വേറൊരാൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ നോക്കിയാൽ മതി. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രാഥമിക ഉദ്ദേശത്തിലാണ്. നമ്മളിവിടെ വേറുള്ളവരെ നന്നാക്കുന്ന പരിപാടിയില്ല.
നമ്മൾക്ക് ഇതെങ്ങനെ പ്രവർത്തിച്ചു, ഇതെന്താണ്ടായി, എങ്ങനെ മാറി, ഇത് തന്നെ പറഞ്ഞാൽ സഹായം കിട്ടും. പുതുമക്കാരന്റെ പേര് പറഞ്ഞ് ഷെയർ ചെയ്യേണ്ട കാര്യമോ, അവനെ പ്രത്യേകിച്ച് ക്ലാസ് എടുത്തു കൊടുക്കേണ്ട കാര്യമോ, മോനെ രതീഷെ ഈ ഇപ്പൊ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വന്നപ്പോ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോ ഞാൻ എവിടെ എത്തി എന്നുള്ള ബോധ്യം കൊണ്ടല്ലേ ഈ പറഞ്ഞു കൊടുക്കണം. നമ്മളിവിടെ എളിമ പ്രാക്ടീസ് ചെയ്യാന്ന് പറയും, എന്നിട്ടോ ഈ വരുന്ന പുതുമക്കാരനോട് ഇങ്ങോട്ട് ഉപദേശം വേറെന്നോനും പോണവനും ഒക്കെ ഇങ്ങോട്ട് പറയുമ്പോൾ തന്നെ ഓനും വിചാരിക്കും നാളെ മുതൽ ഈ മീറ്റിങ്ങിന് വരണ്ടായിരിക്കും. സഹായിക്കുക എത്ര പുതുമക്കാരനെ. നമ്മൾ ആലോചിച്ചാൽ മതി ഇതൊക്കെ നമ്മൾ എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഇറ്റ്സെൽഫ് പറയുന്നു, ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യാസക്തരോട് തങ്ങളുടെ അനുഭവവും ശക്തിയും പ്രതീക്ഷയും ഞങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു, എന്ത് സംഭവിച്ചു, ഇപ്പൊ എങ്ങനെയുള്ളവരാണ്. 3 കാര്യമല്ല എന്നെ കുറിച്ച് പറയേണ്ടത്. ഏത് കാര്യത്തിനും ഇന്നലെ എങ്ങനെയായിരുന്നു, ഇന്ന് എങ്ങനെ ഞാൻ നോക്കിക്കാണുന്നു. നോക്കിക്കാണുന്നതിന് പടികളാണ് പ്രതീക്ഷ എന്ന് പറയുന്ന സാധനം. ഏതൊരു കാര്യത്തിലും പറയാം. ഇന്നതുണ്ടായ വിഷയങ്ങൾ, ഇന്നത്തെ ദിവസത്തെ കാര്യം പറയുമ്പോൾ പണ്ടാണെങ്കിൽ ഇങ്ങനെയായിരുന്നു, ഇന്ന് ഞാൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ്, ഞാൻ ഇനിയും കൂടി മെച്ചമുണ്ട്, അതിലും ചില തെറ്റുകൾ പറ്റുമെങ്കിൽ ഇനിയും ഞാൻ പുതുക്കേണ്ടതുണ്ട്. ഇതാണ് പുതുക്കാത്ത ആൾക്കാരും നല്ല പടികൾ ചെയ്തു എന്ന് വെച്ചിട്ട് തെറ്റുകൾ ചെയ്യാത്തവരല്ല മദ്യാസക്തർ. മറിച്ച് തെറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുകയും മാറ്റാനുള്ള തയ്യാറെടുപ്പിന്, തെറ്റുകൾ തിരുത്താനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് മദ്യാസക്തിയെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഏർപ്പെടുന്നില്ല, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന പരിപാടികളില്ല, യാതൊരു തരത്തിലും നമ്മൾ ശാരീരിക മാനസിക ചികിത്സകൾ കൊടുക്കാറില്ല. നമ്മൾ ഇതിന് പ്രചാരണമോ പഠിപ്പിക്കലോ ഇവിടെ ഇരുന്നു കൊണ്ട് മദ്യാസക്തി എന്താണ്, ഇത് ഇങ്ങനെയാണ്, ഈ രോഗം എങ്ങനെയാണ്, ഈ മരിച്ചു പോകും, ഈ വന്നിട്ടില്ലെങ്കിൽ പോകുന്നൊന്നും പറയുന്നില്ല. മിത്തുകൾ നമ്മൾ പ്രചരിപ്പിക്കരുത് വെറുതെ. മറ്റേ സിദ്ധാന്തം ഉണ്ടാവും, അത് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞവൻ കുടിച്ചു, അല്ലെങ്കിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ കുടിച്ചു. ഇതൊക്കെ നമ്മുടെ മിത്ത. 1 വർഷം എടുക്കാറാവുമ്പോൾ ഈ കുടിക്കാനുള്ള തോന്നൽ വരും, വീണ് പോകും. ഇത് ഒരാൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വേറൊരാൾ അതേപോലെ അല്ല നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ കയറി വന്ന പോലെ എന്താ വേറൊരാൾക്ക് കയറി വരാൻ പറ്റാത്തത്? മനുഷ്യർക്ക് വ്യത്യസ്തമായ രീതികളുണ്ട്. ഇതിൽ വ്യക്തിവൈകല്യങ്ങളുള്ള ആളുകൾക്ക് വ്യക്തിവൈകല്യം ഉണ്ട് എന്ന് തന്നെ അറിയുന്നില്ല. അവിടെയാണ് നമ്മൾ മറ്റവനെ പറഞ്ഞ് പേടിപ്പിക്കുക, മിത്തുകൾ പ്രചരിപ്പിക്കുക, ഇതൊന്നും ചെയ്യരുത്. അവിടെയാണ് പറഞ്ഞത് നമ്മൾ ഈ ഗവേഷണങ്ങളിൽ ഏർപ്പെടരുത് എന്ന് പറയുന്ന സാധനം എന്താണ്? മറ്റു കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പരിപാടികൾ, നമ്മൾ അറിഞ്ഞ കാര്യം വെച്ചുകൊണ്ട് ഈ ശപിക്കുക, പേടിപ്പിക്കുക, അല്ലെങ്കിൽ കൊതിപ്പിക്കുക, ഇല്ലാത്ത കാര്യം ഇതിൽ വന്നു കഴിഞ്ഞാൽ അത് കിട്ടിക്കോളും, പൈസ ഇല്ലാത്തവനോട് പറയുക, ഇല്ലാത്തവൻ എവിടുന്ന് കിട്ടാനാ? അവൻ കണ്ടെത്തണം, അവൻ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നവന് അവന് സാമ്പത്തികം ഉണ്ടാവൂ. അല്ലാണ്ട് വന്നവന് എല്ലാവർക്കും BMW വണ്ടി മേടിക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും പ്രശ്നം തീർന്നിട്ട് എന്തും കട്ടായിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് സന്തോഷം അറിയും. ഈ കടങ്ങളുടെ ഇടയിലും സന്തോഷിക്കാൻ എങ്ങനെ പറ്റുന്നു? ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഇതിന് പകരം നമ്മുടെ വ്യക്തിപരമായ അനുഭവം, നമുക്ക് പല ഭാഗ്യങ്ങളെ കൊണ്ട് കിട്ടിയ സാധനങ്ങൾ മിത്തുകളായിട്ട് അടിച്ചിറക്കി പ്രചരിപ്പിക്കുന്നിട്ട് തന്നാന്നും പറയും. നമ്മൾ വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ പറയുമ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ്, എന്തോ പ്രതിഫലം ദൈവം തരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ പേടി, നമ്മുടെ ഉണ്ടാവുന്ന പേടി വെച്ച് പറയുക. നമ്മൾ അത് മനസ്സിലാക്കണം, എല്ലാ ആളുകളും ഒരേപോലെ അല്ല എന്ന ബോധ്യം. ഇനി വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട്? സ്വന്തം നിലയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാറുണ്ട് വ്യക്തിപരമായിട്ട്. അതിന് നമ്മൾ എതിരല്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ പരിപാടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളവിടെ ഈ പരിപാടികൾ ഇല്ല എന്ന് പറയേണ്ടതുണ്ട്. പുറത്ത് അംഗങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ സേവനം നടത്താറുണ്ട്, അവർ വേറെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്, റീഹാബുകൾ നടത്താറുണ്ട്. അതിനെ നമ്മൾ എതിർക്കാറില്ല. ഇനി മദ്യപാന ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ സഹകരിക്കാറുണ്ട്. നമ്മൾ അവിടെ സംയോജിക്കുക, അത് പരിപാടിയായിട്ട് നടത്തില്ല. മീറ്റിംഗ് ആണെങ്കിൽ അവിടെ കിറ്റ് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ് അല്ല, ഒരു മീറ്റിംഗ് സെന്റർ ആയിട്ട് നമുക്ക് അവിടെ നടത്താം. അവിടെ നമുക്ക് ഏക്കാർക്ക് പോവാം. പക്ഷെ അത് ഗ്രൂപ്പായിട്ട് നമ്മൾ അംഗീകരിക്കില്ല കിറ്റ് ഇല്ലാതെ. മാത്രമല്ല, ആ കിറ്റ് ഉണ്ടാവുകയും ആ മീറ്റിംഗിന്റെ തീരുമാനം എടുക്കുമ്പോൾ ആ റീഹാബിലെ ആള്, നോൺ ആൽക്കഹോളിക് ആയ ആൾ ഇരിക്കാൻ പാടില്ല. അയാൾ തീരുമാനങ്ങൾ ഇന്നത് നടപ്പിലാക്കണം എന്ന് ആൾ പറയുന്നുണ്ടെങ്കിൽ അത് മീറ്റിംഗ് ഗ്രൂപ്പായിട്ട് കണക്കാക്കില്ല. അവർക്ക് യാതൊരു തരത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. ഗ്രൂപ്പ് ആകുമ്പോൾ മദ്യാസക്തരുടെ ഗ്രൂപ്പ് കോൺഷ്യസും രീതിയാണ് അവിടെ. പുറമേ നിന്നുള്ള യാതൊരു സാമ്പത്തിക സഹായവും നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് നടക്കുന്നുണ്ടെങ്കിൽ, അവിടെ റീഹാബിലാണ് ഈ മീറ്റിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ മീറ്റിംഗ് സെന്റർ ആവും. മീറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് നടത്തുക എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അവർക്ക്. പൈസ വേണ്ട എന്ന് അവർ പറഞ്ഞാലും 7ാം പാരമ്പര്യം അനുസരിച്ച് നമ്മൾ സൗജന്യമായിട്ട്, ഒരാളുടെ സൗജന്യവും നമുക്ക് വേണ്ട. അത് പാരമ്പര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനം വ്യക്തിപരമായ അനാമധേയത്വം. അത് നമ്മൾ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങള്, നമ്മുടെ നേരത്തെ പറഞ്ഞ റേഡിയോ, പ്രസ്, എല്ലാ തരത്തിലും നമ്മൾ വ്യക്തിപരമായിട്ട് അംഗം എന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടുന്ന പരിപാടികൾക്ക് നിൽക്കുകയോ യുടെ വ്യക്താവായിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളോട് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് കൃത്യമായ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. എന്തിനാണ് അത് ചെയ്തത്?
എന്നുള്ളത്. അത് ആരാണെങ്കിലും അത് വളരെ കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസ് പാലിക്കുന്നതാണ്. ഇനി ഒരിക്കലും മറ്റ് സംഘടനകളിലോ സ്ഥാപനങ്ങളിലോ അംഗമാവുന്നില്ല. പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഏത് സംഘടനയാണെങ്കിലും നമ്മൾ അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ സഹകരിക്കാറുണ്ട്. അവിടെ പോകും, നമ്മുടെ സന്ദേശം കൊടുക്കും, മദ്യാസക്തർക്ക് വേണ്ടിയിട്ട് ഏയുടെ പ്രവർത്തനം എന്താന്ന് പറയും. അവിടെ പോലും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തർക്കങ്ങളിൽ ഏർപ്പെടാറില്ല. മദ്യാസക്തിയെ കുറിച്ചുള്ള ഒരു തർക്കവും നമുക്കില്ല. ആൾക്കാർ പറയാണ് നിർത്താൻ പറ്റും, ആയിക്കോട്ടെ, അവർക്ക് നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താൻ പറ്റും, നമ്മൾ ഇങ്ങനെയാ കരുതിയിട്ടുള്ളത് എന്ന് ലളിതമായിട്ട് നമ്മൾ പറയും. മദ്യാസക്തി ഈ രീതിയിലാണ് പറയുന്ന ഒരു ഇൽനെസ് ആയിട്ട് ആൽക്കഹോൾ അബ്യൂസ് ഡിസോർഡർ എന്നാണ് പറയാറുള്ളത്. അപ്പൊ പൊതുസമൂഹത്തിൽ പറയുമ്പോൾ നമ്മൾ ആ ധാരണ പറയണം. അവിടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ച കാര്യമൊന്നുമല്ല അതിന്, അത് വേറെ രീതിയിലാണ്. അപ്പൊ അത് അറിഞ്ഞിട്ടായിരിക്കണം പൊതുവേദികളിൽ നമ്മൾ പറയേണ്ടത്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവണം സന്ദേശം കൊടുക്കുന്ന ആൾക്ക്. അതുകൊണ്ടാണ് പബ്ലിക് ഇൻഫർമേഷന് പോയിരിക്കുന്ന ആള് എന്താണ് എ എന്നും എങ്ങനെയാണ് പബ്ലിക് ഇൻഫർമേഷൻ എന്നും കൃത്യമായി അറിഞ്ഞിരിക്കണം എന്ന് പറയും. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ നമ്മൾ ഈ കേട്ട് പഴകിയ വിഡ്ഢിത്തരങ്ങൾ പുറത്തുള്ള ആളുകളോട് പറയുകയും അത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ 20% കണക്കൊക്കെ നമ്മൾ ആ രീതിയിൽ കടന്നതല്ല. നമ്മൾ ഏതൊരു സാധനവും പുറത്തേക്ക് കൊണ്ടിറക്കുമ്പോൾ നമ്മളൊരു കാര്യമുണ്ട്, ആൾക്കാർ റെലവെന്റ് ആയിട്ടുള്ള തെളിവുകൾ ചോദിക്കും. പുറത്തു പോകും, പേയുടെ ഉള്ളിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പറയണ പോലെ അല്ല പുറത്ത്. അപ്പോൾ നമുക്ക് കൃത്യമായ ബോധ്യമില്ലാത്ത റെലവെന്റ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തിയതിനെയാണ് ഈ 20% എന്നൊക്കെ പറയണതിന് നമ്മൾ ചില എക്സ്പെരിമെന്റുകൾ ഉണ്ട് പുറത്ത്. അത് ഇല്ലാതെ മിത്തുകളായിട്ട് വന്ന പലതും ഉണ്ട്. അപ്പൊ അത് എയുടെ കൃത്യമായ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് സന്ദേശം കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെന്താ ഒഴിവൊഴിവ് പറയാനല്ല, കൂടുതൽ പഠിക്കാൻ പ്രേരണയാവും. ഇനി എയെ കുറിച്ചുള്ള കുറച്ച് കൂടുതൽ ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള സംശയങ്ങളുടെ മറുപടിയാണ് അവസാന ഭാഗത്ത്. അത് നമ്മുടെ 3 പൈതൃകങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, അത് മോചനം, നമ്മൾ 12 പടികളാണ് മോചനത്തിന് ഉപയോഗിക്കുന്നത്. ഐക്യം ഉറപ്പിക്കാനാണ് നമ്മുടെ 12 പാരമ്പര്യങ്ങൾ നമുക്കുള്ളത്. സേവനം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 സങ്കല്പങ്ങളും ലോക സേവനവുമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഒരു GSR തൊട്ടിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സങ്കല്പങ്ങൾ അറിയണം. എന്താണ് ട്രസ്റ്റിയുടെ പ്രവർത്തനം എന്താണ് എന്നുള്ളത് ഒരു GSR തൊട്ട് അറിയാൻ ആശയങ്ങളെ പഠിച്ചാൽ നമുക്ക് സാധ്യമാണ്. 12 ആശയങ്ങൾ, സങ്കല്പങ്ങൾ, ഇതാണ് നമ്മുടെ പൈതൃകങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 3 കാര്യങ്ങൾ നമുക്ക് അംസോഫേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന പഴമക്കാരായ മനുഷ്യർ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ടതും അവർ നമുക്കായിട്ട് പകർന്നു തന്നു. ബില്ല് അവസാനം പറയുന്ന പോലെ അത് എന്നിൽ നിന്ന് പോലും സ്വതന്ത്രമായി എന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും തന്റെ അധികാരലബ്ധിക്കെതിരെ പ്രവർത്തിച്ച ആളാണ് നമ്മുടെ സഹസ്ഥാപകൻ. അപ്പൊ അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ രീതിയിൽ പകർന്നു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പറയണ 12 എന്തൊക്കെയാണ് നമ്മുടെ മോചനത്തിനായിട്ടുള്ള 12 പടികൾ. ഐക്യം ഉറപ്പിക്കാനായിക്കൊണ്ടുള്ള നമ്മുടെ പാരമ്പര്യങ്ങള്, സേവനത്തിനെ കുറിച്ചിട്ട് 12 ആശയങ്ങൾ, എയുടെ സർവീസ് മാനുവൽ തൊട്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ള പാംലെറ്റ്, ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുകയും ഈ ഗ്രൂപ്പിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ അവതരിപ്പിക്കുകയും ചെയ്താൽ വളരെ നല്ലതാണ്. മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സർവീസ് മാനുവൽ ഉണ്ട്. സർവീസ് മേഖലയിലുള്ള ആളുകൾ ഈ പാംലെറ്റിലാണ് പറയുന്ന കംസ് ഓഫ് ഏജ് വായിക്കുന്നതിന്റെ പ്രാധാന്യം പറയുന്നത്. എയുടെ സർവീസിൽ നിൽക്കുന്ന ആളുകൾക്ക് കംസ് ഓഫ് ഏജ് വളരെ പ്രധാനപ്പെട്ടാണ്. അറിയുന്ന ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ നമ്മളതിന്റെ മലയാളം തർജ്ജമ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു എയുടെ സർവീസ് മേഖല. കാരണം അതിൽ നിൽക്കുമ്പോൾ നമുക്ക് വലിയ ഭയമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും സംഭവിച്ചു പോവോ, ഏതെങ്കിലും ആളുകൾ കൊണ്ടുപോകും ഉണ്ടാവില്ല. ഇതിലും വലിയ ആളുകളൊക്കെ കടന്നു വരികയും അവരൊക്കെ എവിടെയായി എന്ന് ചരിത്രം നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് സംഭവിക്കുന്നത്, അതിന്റെ ആവർത്തനങ്ങളാണ്. ഈ എയിൽ ക്ലബുകളൊക്കെ നടത്താറുണ്ട് പുറത്തൊക്കെ. അത് ആരാണ്? ഇപ്പോ ആ രീതിയിൽ നമ്മുടെ നാട്ടിലൊന്നുമില്ല, എന്നാലും അത് ഞാൻ ഇതിന്റെ ഒരു പാംപ്ലെറ്റിൽ ഉള്ളത് കൊണ്ട് വായിക്കണം. ഈ ക്ലബുകളൊക്കെ ഗ്രൂപ്പുകൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ എയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്തുന്ന എയുടെ ഭാഗമല്ല. ക്ലബുകൾ എന്ന് പറയുന്ന പരിപാടി ഇപ്പൊ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രാദേശികമായിട്ട് ഒരു സെൻട്രൽ കമ്മിറ്റി ഉണ്ടാക്കുക, എയുടെ സേവനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്. ഈ സാധനം ഉണ്ട്, നമ്മൾ ന്യായീകരിക്കാൻ എടുക്കരായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ട് കൂട്ടായിട്ടുള്ള ഒരു ഫണ്ട് സ്വരൂപിച്ച് നടത്തുന്നത് പ്രവർത്തനമല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എയിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സെൻട്രൽ കമ്മിറ്റി അല്ലെങ്കിൽ എയുടെ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാർ കൂട്ടമായി പൈസ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് എയുടെ പ്രവർത്തനമല്ല. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, നമ്മൾ അതിൽ മാറിയിട്ടുണ്ട്. എയുടെ ഓരോ ഇന്റർഗ്രൂപ്പിന് എത്ര പൈസ സൂക്ഷിക്കാൻ പറ്റും, അല്ലാത്ത പൈസ എങ്ങനെ ജനറൽ സർവീസ് ഓഫീസിന് അയക്കാം, പൈസ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പണവും ആത്മീയതയും കൂടി കലരുമ്പോൾ എന്നുള്ള പാംലെറ്റും നമുക്ക് ഗ്രൂപ്പുകൾക്കും ഇന്റർഗ്രൂപ്പുകൾക്കും ഒക്കെ എത്ര പൈസ സൂക്ഷിക്കാം എന്നുള്ളതിന്റെ കണക്കുകളൊക്കെ ഉള്ളത്. ഇനി
ചില അംഗങ്ങൾ വ്യക്തിപരമായ ലാഭേച്ഛയില്ലാതെ പല കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. 7 അംഗങ്ങൾക്കായിട്ട് ഗ്രൂപ്പുകൾക്കായിട്ട് അത് അംഗങ്ങളുടെ പരിപാടിയായിട്ടാണ് ക്ലബ്ബുകൾ പിന്നീട് വന്നത്. ആദ്യകാലത്ത് നമ്മുടെ ഗ്രൂപ്പുകൾ ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അന്ന് നമുക്കറിയില്ല, നമ്മൾ പല പാഠവും പഠിച്ചു. പൈസ കടന്നു വന്നപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി, അധികാരത്തിനെ കുറിച്ചുള്ള വടംവലികൾ ഉണ്ടായി, അത് എയുടെ ഐക്യത്തെ ബാധിച്ചു. ഇതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇനി ആ ക്ലബ്ബുകൾ 7 അംഗങ്ങൾ നടത്തുന്നത് നമുക്ക് ചിലപ്പോൾ വാടകയ്ക്ക് നൽകാറുണ്ട്. അവിടെയും ഈ ക്ലബ്ബ് നടത്തുന്നവർക്ക് നമ്മുടെ ഗ്രൂപ്പിന്റെ മേലിൽ യാതൊരു അധികാരമില്ല. ചിലപ്പോൾ നമ്മുടെ ആൾക്കാരാവും നടത്തുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ നമ്മൾ വാടക കൊടുക്കുകയും അത് ഗ്രൂപ്പിന്റെ പാരമ്പര്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ആ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ അയാൾക്ക് വേറെ വല്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് മാറും. അയാളുടെ ക്ലബ്ബാണെന്ന് പറഞ്ഞിട്ടോ അയാളും ഒരു കൂട്ടം ആൾക്കാർക്ക് അവിടെ ആ ഗ്രൂപ്പിൽ അധികാരം പറയാൻ പറ്റില്ല. ധനപരമോ വസ്തുപരമോ അഭിമാനപരമോ ആയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വേറെ ആരുടെ ഔദാര്യം സ്വീകരിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം. നമുക്കറിയാം, മറ്റുള്ളവരുടെ ഔദാര്യം സ്വീകരിച്ചാൽ നമുക്ക് അവർ പറയണത് കേൾക്കേണ്ടി വരും. നമ്മളെപ്പോഴും നമ്മുടെ പ്രാഥമിക ഉദ്ദേശമാണ് മദ്യാസക്തർക്ക് സന്ദേശം കൊടുക്കുക എന്നതാ പരിപാടി. അത് എങ്ങനെ കൊടുക്കണം എന്നതാണ് നമ്മൾ മോചനത്തിലേക്ക് നീങ്ങിക്കൊണ്ട് തന്നെയാണ് സന്ദേശം കൊടുക്കേണ്ടത്. ആ മോചനത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പല പഴമക്കാരും പറയാറുണ്ട്, ആദ്യകാലത്ത് ഞങ്ങൾ സർവീസിൽ പ്രവർത്തിക്കുമ്പോൾ പടികളിലൂടെ കടന്നു പോകാതിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പാരമ്പര്യം പാലിക്കാൻ പറ്റാറില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അവരുടെ അനുഭവത്തിൽ പറഞ്ഞാൽ, അല്ലാണ്ട് ആരും നിർബന്ധിച്ച് പടികൾ ചെയ്താലേ പറ്റൂ എന്നല്ല. പടികളില്ലാന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ എന്റെ ഈഗോയിൽ നിൽക്കും. ഒരു ഗ്രൂപ്പിൽ തീരുമാനം ഉണ്ടാവുമ്പോ, ഞാൻ വിചാരിച്ച തീരുമാനത്തിനപ്പുറം എന്റെ ഗ്രൂപ്പിൽ ഉണ്ടാകുമ്പോ ഞാൻ ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന് പിൻവാങ്ങി പുറത്തു പോകും. ഞാൻ അതാ ഉണ്ടാവുക. പടികളിലാണെങ്കിൽ എന്റെ തീരുമാനത്തിനെതിരെ തീരുമാനം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. 1 നമ്പറായിട്ട് എന്നെ തഴഞ്ഞാലും പിന്നെയും ഞാൻ ചെന്നിരിക്കും ആ പ്രവർത്തനങ്ങളിൽ. ഏറ്റവും മുൻപന്തിയിൽ അവരോടൊപ്പം ഞാൻ നിൽക്കും. ഞാൻ അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായം ഗ്രൂപ്പ് തള്ളി. അതാണ് ദൈവ തീരുമാനം. ഞാനെന്തിനാ മാറി നിൽക്കുന്നത്? എന്റെ ആണ്, ഞാൻ പ്രവർത്തിക്കണം. അയ്യോ ഞാൻ ലഭ്യനായി, ഞാൻ തോറ്റു, ഇതൊന്നുമില്ല ഇവിടെ. ആര് തോൽക്കുന്ന, ആര് ജയിക്കുന്ന? ഇത് 12-ാം പടി പ്രവർത്തനം മറ്റു മദ്യാസക്തർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നാണ്. ഇവിടെ എന്റെ ഈഗോയ്ക്ക് എന്ത് വിലയുള്ളത്? അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യങ്ങൾ പാലിക്കാൻ എനിക്ക് പ്രോഗ്രാമിലാണെങ്കിൽ സാധ്യമാണ്. അവിടെ എന്റെ ഈഗോ ഒന്നും ഹട്ടാവില്ല. ഞാൻ വീണ്ടും ചെല്ലും. എന്റെ തീരുമാനം നടപ്പിലായില്ലെങ്കിലും ആ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും 1-ാം നമ്പറായിട്ട് തന്നെ ഞാൻ ഉണ്ടായിരിക്കും. ഒരിക്കലും ഞാൻ അവനെതിരെ പറയുക, അവർക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഞാൻ നിൽക്കില്ല. ഞാൻ മാറി നിൽക്കും. അവർ പറയുന്ന അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് ഞാൻ മാറും. അവിടെ അവരുടെ സുബോധത്തിന്റെ വർഷങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല ഞാൻ നോക്കുക. എയുടെ പ്രാഥമിക ഉദ്ദേശം നിൽക്കുന്നുണ്ടോ? എന്റെ ഈഗോയ്ക്ക് അല്ല അവിടെ വില. ആ കാര്യം വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പടികളിലൂടെ ആയിരിക്കണം. അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ എന്റെ ഈഗോ ആയിരിക്കും ഏറ്റവും പ്രാഥമിക ഉദ്ദേശത്തിന് മാറുക, എന്റെ ഈഗോ ആയിരിക്കും. അപ്പോ എയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്രാഥമിക ഉദ്ദേശത്തോട് ചേർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. ക്ലബ്ബുകൾ അടക്കമുള്ള ഏതൊരു സ്ഥാപനമാണെങ്കിലും നമ്മൾ അവിടെ എല്ലാം എയുടെ പാരമ്പര്യങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല, ജനറൽ സർവീസ് കോൺഫറൻസ് ഒരു കാരണവശാലും ക്ലബ്ബുകൾ അടക്കമുള്ള റീഹാബുകളുടെ മീറ്റിങ്ങുകളിൽ നമ്മൾ പൈസ സ്വീകരിക്കാറില്ല. ഇനി ഈ റീഹാബുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് കരുതുക. അത് ഗ്രൂപ്പാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, എയുടെ പാരമ്പര്യം അനുസരിച്ച് കിറ്റി അവിടെ പാസ്സാവുന്നുണ്ട്, അവിടെ ബിസിനസ് മീറ്റിംഗ് നടത്തുന്നുണ്ട്, GSR ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള സംഭാവനകൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. എയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ട്. പിന്നെ അത് എനിക്ക് തോന്നുന്നു ജനറൽ സർവീസ് ഓഫീസ് ഇന്ത്യയിൽ ഈ റീഹാബില് ടോക്കൺ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ സംഭവങ്ങൾ വേറെ ഉണ്ട്. അത് നമ്മുടെ ക്ലബ്ബുകളുടെ കാര്യത്തിൽ നമ്മുടെ ജനറൽ സർവീസ് ഓഫീസ് കാനഡ, ഇവിടെയൊക്കെ ഈ മെർക്കയൊക്കെ പ്രവർത്തിക്കുന്ന GSO ന്യൂയോർക്കിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അവിടെ നമ്മൾ പല റീഹാബുകളിലും, നമ്മളിപ്പോ ഖത്തറിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റല്, ഹംദ ഹോസ്പിറ്റലിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളിൽ കൃത്യമായി തന്നെ അവിടെ ഗ്രൂപ്പിന്റെ രീതിയിൽ തന്നെ ഇന്നത് മീറ്റിംഗ് സെന്റർ ഗ്രൂപ്പായി മാറി. അവിടെ കിറ്റി ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ അവരുടെ ഹോസ്പിറ്റലിന്റെ അണ്ടറിലല്ല നമ്മളൊരു സംഖ്യ നിർബന്ധപൂർവ്വം, അത് സർക്കാരാണ്, ഇത്രയും വലിയ സർക്കാരാണെന്ന് ആലോചിക്കണം, ഗവൺമെന്റ് ആണ് അവിടുത്തെ. പക്ഷെ നമ്മൾ അവിടെ വാടക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റെസിപ്റ്റ് മേടിച്ചുകൊണ്ട് ഒരു സംഖ്യ, അത് നമ്മൾ പറ്റുന്ന സംഖ്യ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർ പറഞ്ഞല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. റെഡ് ക്രസന്റ് അടക്കമുള്ള സർവീസ് മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. റെഡ് ക്രസന്റ് ഒരു സാമൂഹ്യ സേവന സംഘടനയാണ്. അവിടെയും നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുമ്പോൾ നമ്മൾ ഫ്രീ സ്വീകരിക്കാറില്ല. ഈവൻ റെഡ് ക്രസന്റ് സേവന മേഖലയായിട്ട് വരെ നമ്മൾ അവർക്ക് ഗ്രൂപ്പ് ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ സംഭാവന കൊടുക്കാറുണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് 1 മാസത്തെ വാടക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ വൈദ്യുതിയും മറ്റു കാര്യങ്ങളും, നമുക്ക് റൂം തന്നെ അവർ തന്നിട്ടുണ്ട്. നമ്മുടെ ലിറ്ററേച്ചറുകളും നമ്മുടെ ചിപ്പുകളും എല്ലാം സൂക്ഷിക്കും നമ്മൾ ആ മീറ്റിംഗ് റൂമിലായി. ഇനി നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളുടെ
AI.org പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്ലബ്ബുകളിലും അതേപോലെ റീഹാബിലിറ്റേഷൻ സെന്ററിലും പ്രവർത്തിക്കുന്ന AI മീറ്റിങ്ങുകൾ എങ്ങനെ നടത്തുക എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം വേറെ പാംപ്ലെറ്റുകളും നമുക്കുണ്ട്. ഇനി ഈ ചികിത്സാ കേന്ദ്രങ്ങള് അതേപോലെ ഇടത്തവളങ്ങൾ ഹാഫ് വേ ഹോംസ് ഒക്കെ ഉണ്ട് പുറത്ത്. ഇതൊക്കെ ആരാ നടത്തുന്നതാണ്? വൈദ്യശാസ്ത്രപരമോ സാമൂഹികപരമായ സേവനങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു AI ചെയ്യുന്നില്ല, കൂട്ടായ്മ എന്ന നിലയിൽ. കാരണം നമ്മളത് ആദ്യമേ വലിയ ആഗ്രഹമൊക്കെ ബിൽ വിൽസൺ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു കാര്യവും പിന്നീട് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ബില്ലിനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഈ കാര്യമൊക്കെ. നമ്മൾ വലിയ സ്വപ്നങ്ങൾ ബില്ല് പറയാറുണ്ട്. പാപ്പരായ ആദർശവാദികളാണ് മദ്യാസക്തർ എന്ന് പറയാറുണ്ട് ബില്ലിനെ കുറിച്ച് തന്നെയാണ്. കാരണം നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ കാണും, എല്ലാവരെയും പുനരുദ്ധാരണം നടത്താം, വിദ്യാഭ്യാസ യജ്ഞം നടത്താം, മദ്യാസക്തരെ മുഴുവൻ ഒരു പുതിയ രീതിയിലേക്ക്, ഇത്തരം സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതൊക്കെ കുഴപ്പങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളോട്. നമ്മൾ അതിന് യോഗ്യത ഉള്ള ആളുകളല്ലേ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ചെയ്യാറുണ്ട്. വൈദ്യശാസ്ത്രപരമായിട്ടോ സാമൂഹികപരമായിട്ടോ ഉള്ള AI ഉള്ളിൽ നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ കുഴപ്പങ്ങൾ ഉണ്ടാകും. എന്നാലോ പുറത്ത് AI അംഗങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അത് അവർ AI അംഗമായിട്ടല്ല, അത് അവരുടെ വ്യക്തിപരമായ രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാം. നമ്മുടെ പല അംഗങ്ങളും ഈ പറയുന്ന ചികിത്സാ കേന്ദ്രങ്ങൾ, ഹോസ്പിറ്റലുകളിൽ ഇവിടെയൊക്കെ നല്ല ജോലിക്കാരായിട്ട് സേവനം ചെയ്യാറുണ്ട്. പലപ്പോഴും അവരുടെ AI അംഗത്വം പോലും വിദേശത്തൊക്കെ അവർക്ക് ഗുണം ചെയ്യാറുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ പലപ്പോഴും പറയാറില്ലെങ്കിലും വിദേശങ്ങളിൽ AI അംഗമാണെന്ന് പറഞ്ഞാൽ അയാളെ പരിഗണിക്കാറുണ്ട് അവർ. പക്ഷെ അതൊന്നും AI-കാരുണ്ട് എന്ന് പറഞ്ഞിട്ടോ AI-കാരുടെ സ്വന്തം സ്ഥാപനമാണെങ്കിലും അത് AI-യുടെ ഇടത്തവളല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. AI-യുമായിട്ട് യാതൊരു ബന്ധവും വരില്ല, അത് ആരാണെങ്കിലും. ഇത് AI അംഗങ്ങൾ സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്, ഈ കേന്ദ്രങ്ങളിലൊക്കെ നടത്താറുണ്ട്. അപ്പോ ഈ നമ്മൾ അത് AI മീറ്റിംഗ് ആവണമെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങളുടെ പേരിലാവരുത് ആ മീറ്റിംഗ് നടത്തുന്നത്. ABC എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ പ്രവർത്തിക്കുന്നു, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് ABC മീറ്റിംഗ് എന്ന പേരിലാണെങ്കിൽ അത് നമ്മുടെ പാരമ്പര്യത്തിന് വിരുദ്ധമാണ്. അവരുടെ ലെറ്റർ പാഡുകളോ അവരുടെ ലഘുലേഖകളോ ഇതൊന്നും നമ്മളവിടെ ഉപയോഗിക്കരുത്. അവിടെ നമ്മുടെ പാരമ്പര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ട് എന്ന രീതിയിലാണ് അവിടുത്തെ മീറ്റിംഗ് നടക്കേണ്ടത്. അങ്ങനെ ആവുമ്പോഴത് മീറ്റിംഗ്, മറ്റേത് അവരുടെ വ്യക്തിപരമായ മീറ്റിംഗ് ആണ്. 12-ാം പടി പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ 6-ാം പാരമ്പര്യം അനുസരിച്ചിട്ട് നമ്മൾ ഉറപ്പുവരുത്തണം. അതല്ലാതെ അവിടെ മീറ്റിംഗ് നടത്തുകയും AI അംഗങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അത് AI-യുടെ മീറ്റിംഗ് അല്ല, അത് പുറത്ത് അവരുടെ റീഹാബ് നടത്തുന്ന മീറ്റിംഗ് ആണ്. ആ റീഹാബ് മീറ്റിംഗിൽ നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്ന നിർദ്ദേശം നമുക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ അവിടെ സംസാരിക്കാൻ പാടില്ല. AI-യുടെ മീറ്റിങ്ങിനെ പോലെ അവരെ പുനരുദ്ധാരണം ചെയ്യാനോ അവരെ AI മീറ്റിംഗിലേക്ക് കൊണ്ടുവരാനോ നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്നല്ല, നമ്മൾ ചെയ്യാനും പാടില്ല. തീർച്ചയായിട്ടും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ പറയില്ലേ, നമുക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ അവിടെ പോയിട്ട് തർക്കങ്ങൾ ഏർപ്പെടാനോ നമുക്ക് യാതൊരു തരത്തിലും അനുഗ്രഹമില്ല. അവർ ചിലപ്പോൾ AI-യുടെ പല കാര്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പക്ഷെ അത് ചില മാറ്റം ഉണ്ടാവും. നമ്മൾ ഇതൊന്നും ശരിയല്ല എന്ന വിമർശനം പോലും നമ്മൾ നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ഇതിന്റെ കാര്യത്തിലൊന്നും തന്നെ ഇതൊന്നും കെട്ടിപ്പിടിച്ചിരിക്കുകയോ ഇത് ആരും ഉപയോഗിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ AI-ക്കാരായിട്ട് മാതൃകയായിട്ടായിരിക്കണം പറയാറുണ്ട്. ചികിത്സാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മീറ്റിങ്ങുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് AI-ക്കാർ നടത്തുന്ന മീറ്റിംഗ് ആണെങ്കിൽ അത് AI മീറ്റിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ കേന്ദ്രങ്ങളിലെ രോഗികളെ ഉദ്ദേശിച്ചാണ് നടത്തുക. അവിടെ ഗ്രൂപ്പുകളിൽ ഈ ചികിത്സാ കേന്ദ്രങ്ങളിൽ പോകുന്ന ആളുകൾ, AI-യിലെ ആളുകൾ അവിടെ പോയിട്ട് എന്താണ് റിക്കവറി, ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട്, എന്താണ് എന്ന കാര്യത്തിലൊക്കെ പ്രാഗൽഭ്യമുള്ള ആളുകൾ അവിടെ പോയിട്ട് സംസാരിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ AI ഗ്രൂപ്പിനെ കുറിച്ചുള്ള പാംപ്ലെറ്റിന്റെ അവതരണം. അപ്പൊ നമ്മൾ വളരെ വിശാലമായിട്ട് തന്നെയാണ് ഇത് ചർച്ച ചെയ്തതിൽ. കുറെ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ ഘടകത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നടക്കുന്ന ഇതല്ല, മറ്റ് സർവീസ് മേഖലകളിൽപ്പെട്ട നിങ്ങളുടെ GSR അതേപോലെയുള്ള ആളുകളുമായിട്ട് ചോദിക്കുക. ഇത് ജനറൽ സർവീസ് ന്യൂയോർക്കുമായി ബന്ധപ്പെട്ട രീതിയാണ്. ഇതിന്റെ മലയാളം പാംപ്ലെറ്റ് നമ്മുടെ കേരള ലിറ്ററേച്ചറിൽ കമ്മിറ്റിയായിട്ടും നിങ്ങളുടെ ഇന്റർഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് കിട്ടും. മറ്റാളുകൾക്കൊക്കെ ഇതറിയാം. ഇന്റർനെറ്റ് തന്നെ AI ഗ്രൂപ്പ് അവൈലബിൾ ആയിട്ടുള്ള പാംപ്ലെറ്റ് ആണ്. അപ്പൊ ഇതെല്ലാം ഗ്രൂപ്പുകളിലും ചർച്ച ചെയ്യാനും നമുക്ക് കൂടുതൽ അറിവുകൾ, നേരത്തെ ഇതിൽ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, കൂടുതൽ അറിവുകൾ നമ്മൾ AI-നെ കുറിച്ച് എത്ര അറിവ് നേടിക്കഴിഞ്ഞാലും അതിലൊന്നും തന്നെ അത് നമ്മുടെ AI പ്രവർത്തനങ്ങൾക്ക് സഹായകരമായിരിക്കുകയും മറ്റുള്ളവർക്ക്
ഈ ആശയം എത്തിച്ചു കൊടുക്കുക എന്നുള്ള, അല്ലാണ്ട് അറിവ് നേടി എന്ന് പറഞ്ഞതിന്റെ അഹങ്കാരമായിട്ടല്ല, കൂടുതൽ നന്നായിട്ട് എയുടെ സന്ദേശത്തെ കഷ്ടപ്പെടുന്ന മധ്യാസക്തർക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ വലുതും ചെറുതുമായ യാതൊന്നുമില്ല. ഇവിടെ ആരും വലുതുമല്ല, ആരും ചെറുതുമല്ല എന്ന എയുടെ രീതിയിൽ ഈ ഒരു പാംപ്ലെറ്റ് പറയാൻ സാധിച്ചാൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എ വിഭാവനം ചെയ്ത സുബോധം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബിനു ചേട്ടൻ.